വിവാഹത്തെക്കുറിച്ചുള്ള തമാശകളും വാട്സാപ്പ് ഫോർവേഡുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിവാഹത്തെ പരിഹസിച്ചുകൊണ്ടുള്ളതാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തെയും മരുമകൾ അമ്മായിയമ്മ ബന്ധത്തെയൊക്കെ പരിഹസിച്ചുകൊണ്ട് ഇതെല്ലാം ഒരു തമാശയായിട്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് കുറേ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ഇതിൻ്റെ നമ്മൾ ഇന്നത്തെ ഈ ടോപ്പിക്കിൻ്റെ ഹെഡിങ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മളതിനെ കൗണ്ടർ ചെയ്യാൻ പോവുകയാണ്. യാഥാർത്ഥ്യം എന്താണ്? വിവാഹം രസകരമല്ലാത്ത ചില കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണോ, വളരെ പ്രശ്നമുള്ളതാണോ, അതിനകത്ത് ഇങ്ങനെ കുറേ തമാശകളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും മാത്രമേ ഉള്ളോ, നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ വിവാഹത്തിൽ? വിവാഹം കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? നമ്മളങ്ങനെയാണല്ലോ, പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യമുണ്ട്. ദൈവവചനമാണ് നമ്മുടെ അടിസ്ഥാനം. വിശ്വാസികളായ നമ്മൾ ലോകത്തിലുള്ള ഏത് കാര്യത്തെയും നോക്കിക്കാണേണ്ടത് ബൈബിളിൻ്റെ കണ്ണുകളിലൂടെയാണ്. വിവാഹത്തെ നോക്കിക്കാണേണ്ടതും അങ്ങനെ തന്നെയാണ്. കുടുംബജീവിതത്തെ നോക്കിക്കാണേണ്ടതും അങ്ങനെ തന്നെയാണ്. ലോകത്തിലുള്ള ആളുകൾ പുതിയ പുതിയ ഫിലോസഫീസ്, സൈക്കോളജിയുടെ പുതിയ പുതിയ തിയറീസൊക്കെ വന്ന് പല കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കാലാതീതമായ വചനങ്ങൾ, ആ വചനങ്ങളിലെ ഇറ്റേണൽ ട്രൂത്ത്സ്, അതാണ് നമ്മുടെ അടിസ്ഥാനം. അതിൽ നിന്ന് നമുക്ക് മാറാനായിട്ട് അനുവാദമില്ല. അതിലാണ് യഥാർത്ഥ അർത്ഥം അല്ലെങ്കിൽ മീനിങ് ഫുൾ മാരേജ്, ഫുൾഫില്ലിംഗ് മാരേജ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എല്ലാ കാലത്തും സൂക്ഷിക്കണം. ഇത് വിവാഹത്തിലേക്ക് കയറാനായിട്ടുള്ള ഒരു പ്രോത്സാഹനം മാത്രമല്ല, നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഈ പറയുന്ന ഓരോ പോയിൻറ്റിൻ്റെ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞാൻ 23 വർഷമായി ഞങ്ങളുടെ കുടുംബജീവിതം ആരംഭിച്ചിട്ട് ദൈവകൃപയാൽ സന്തോഷമായിട്ട് പോകുന്നു. പല സമയത്ത് ഞാനും എൻ്റെ ഭാര്യയും ഇരുന്ന് പറയും, അന്ന് മാരേജ് കൗൺസിലിങ്ങിന് പറഞ്ഞാൽ ഈ ഒരു വിഷയം ഇല്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ അടിച്ചു പിരിഞ്ഞാനെ എന്ന് പറയും. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അങ്ങനെ പറയാറുണ്ട്. കാരണം അന്ന് ഞങ്ങളെ പഠിപ്പിച്ച കർത്താവിൻ്റെ ദാസന്മാർ നമുക്ക് പറഞ്ഞു തന്ന ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നു, അതിൻ്റെ പരിഹാരം ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞ് തന്ന് വിട്ടില്ലായിരുന്നെങ്കിൽ നമുക്കൊരു പിടിയും കിട്ടാതെ വന്നാൽ ഇത് എങ്ങനെയൊന്ന് കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോകണം. പക്ഷേ നമുക്കുള്ളൊരു വലിയ നന്മ അതാണ്. നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹം. ഇതിൻ്റെ വില ഒരിക്കലും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല, വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഈ പ്രിൻസിപ്പിൾസ്, ഈ പ്രധാനപ്പെട്ട സത്യങ്ങളുടെ മേലാണ് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള നാളുകൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വിവാഹം, ഇവിടെ 2 വാക്കുകൾ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തി മുമ്പോട്ട് പോട്ടെ. ഒന്ന് ബ്യൂട്ടി ഓഫ് മാരേജ്. വിവാഹം മനോഹരമായ ഒരു സ്ഥാപനമാണ്. വളരെ ഭംഗിയുള്ള, വളരെ സൗന്ദര്യമുള്ളൊരു സ്ഥാപനമാണ് കുടുംബം. രണ്ടാമത്, വാട്ട് മേക്സ് മാരേജസ് വർത്ത് എന്നൊരു ചോദ്യമുണ്ട് അല്ലേ? വർത്ത്, അതിൻ്റെ മൂല്യം, വളരെ വലിയ മൂല്യം. ഒരുപക്ഷെ സഭയേക്കാൾ മൂല്യമുള്ളതാണ് കുടുംബം. ദൈവം കഴിഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ രണ്ടാമത് വരുന്നത് കുടുംബമാണ്. ആ കുടുംബം അത്ര പ്രധാനപ്പെട്ടതാണ് നമ്മളെ സംബന്ധിച്ച്, ദൈവത്തെ സംബന്ധിച്ച് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഈ വിവാഹത്തിൻ്റെ സൗന്ദര്യം എന്തിലാണ് ഇരിക്കുന്നത്? വിവാഹത്തിൻ്റെ ഭംഗി, അല്ലെങ്കിൽ വിവാഹത്തെ, നമ്മുടെ കുടുംബജീവിതത്തെ എങ്ങനെ ഭംഗിയുള്ളതാക്കി തീർക്കാം? പല ചെറുപ്പക്കാരും വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത് തിങ്കിങ് ദാറ്റ് ഇറ്റ്സ് എ മാജിക് ബോക്സ് പറയാറുണ്ട്. ഒരു മാന്ത്രികൻ്റെ പെട്ടി പോലെയാണ് കുടുംബജീവിതം എന്ന് പലരും ചിന്തിക്കുന്നു, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്നു. മാന്ത്രികൻ്റെ പെട്ടിക്കകത്ത് എന്തുണ്ട്? പലവിധ സാധനങ്ങളുണ്ട്. ചെല്ലുന്നു, മാന്ത്രികൻ കൈയിടുന്നു, പൊക്കിയെടുക്കുന്നു, ഓരോന്നോരോന്ന് പുറത്തേക്ക് വരുന്നു. അതിൽ ആവശ്യമുള്ള സാധനങ്ങൾ പുറത്തേക്ക് വരുന്നു. ഓരോ സാധനങ്ങൾ പൊക്കിയെടുക്കുമ്പോഴും നമ്മൾ എക്സൈറ്റഡ് ആകുന്നു, കൈയടിക്കുന്നു. കുടുംബജീവിതത്തെ സംബന്ധിക്കുമ്പോഴും നമ്മളൊരു മാജിക് ബോക്സിലേക്ക് കൈയിട്ട് കുറേ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ പൊക്കിയെടുക്കാനായിട്ട് പോകുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് ആണ്, നല്ല കാര്യമാണ്. പക്ഷേ അതങ്ങനെ സ്വാഭാവികമായിട്ട് ഒരു മാജിക് എന്നതുപോലെ പുറത്തേക്ക് വരികയല്ല. യാദർച്ഛികമായിട്ട്, ആക്സിഡൻ്റലായിട്ട് വെറുതെ ഒരു നല്ല കാര്യം കുടുംബജീവിതത്തിൽ സംഭവിക്കുകയില്ല. അത് നമ്മൾ ഓർത്തോളണം. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും ഈ കുടുംബം എന്ന ദൈവിക സ്ഥാപനത്തിൻ്റെ മൂല്യം മനസ്സിലാക്കണം, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം, അതിൻ്റെ വില മനസ്സിലാക്കണം. എന്നിട്ട് ദൈവവചനപ്രകാരം ജീവിക്കാനായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരികയും ചെയ്യണം. ആ മൂല്യം മനസ്സിലാക്കി നമ്മൾ ദൈവഹിതത്തിൽ ജീവിക്കുമ്പോഴാണ് ഒരു വിവാഹം, ഒരു കുടുംബം മനോഹരമായി തീരുന്നത് എന്നാണ് ഇതിൻ്റെ ബേസിക് പ്രെമിസിസ് ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കുടുംബജീവിതത്തെ മനോഹരമാക്കുന്ന, അല്ലെങ്കിൽ മനോഹരമാക്കാൻ സഹായിക്കുന്ന ഒത്തിരി തിയറികളും ആശയങ്ങളും ഒക്കെ നിങ്ങൾക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ക്രിസ്ത്യാനികൾ പറയുന്നത് മാത്രമല്ല, മറ്റ് സെക്യുലർ
വേൾഡിലൊക്കെ മനോഹരമായ കുടുംബജീവിതങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ അവർക്കുണ്ട്. ഒത്തിരി ആർട്ടിക്കിൾസ് നമുക്ക് വായിക്കാൻ പറ്റും. പക്ഷേ ഒരു ക്രിസ്തീയ കുടുംബജീവിതത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തെ വർത്താക്കി തീർക്കുന്നത്, മനോഹരമാക്കി തീർക്കുന്നത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മൾ ഈ കുടുംബജീവിതം നയിക്കുമ്പോഴാണ്. ഈ കുടുംബം നമ്മളെ പല നിലകളിൽ സഹായിക്കുന്ന ഒന്നാണ്. നമ്മുടെ സന്തോഷം മാത്രമല്ല, വളർച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ ആത്മീക ജീവിതത്തെക്കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നൊക്കെ പറയുമായിരിക്കും, നന്നായിട്ട് പോകുന്നു. ഞാനൊരിക്കൽ പ്രീ മാരേജ് കൗൺസിലിങ്ങിൻ്റെ കാര്യം, ഒരു പയ്യൻ വിവാഹം ഉറപ്പിച്ചു ഒരു സഭയിലെ മൂപ്പൻ്റെ മകനാണ്. വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പ്രീ മാരേജ് കൗൺസിലിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്: അങ്കിളെ, എന്നെപ്പോലെ ഒരാൾക്ക് കൗൺസിലിംഗ് ആവശ്യമുണ്ടോ? എനിക്ക് കൗൺസിലിംഗ് വേണോ? അപ്പോൾ എന്താണ് അവൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പ്രശ്നമുള്ളവർക്ക് കൊടുക്കുന്ന ഒരു മരുന്ന് പോലെയാണ് പലരും ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. കൗൺസിലിങ്ങിന് അതിനകത്ത് ഉപദേശമുണ്ട്, ഗൈഡൻസ് ഉണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഒരു മൂപ്പൻ്റെ മകനാണ്, ആത്മീകമായിട്ട് വലിയ കുഴപ്പമില്ലാത്ത പോകുന്ന ആളാണ്. ഇനി എനിക്ക് കൗൺസിലിംഗ് വേണോ എന്ന് ചോദിച്ചാൽ, കൗൺസിലിംഗ് ഏത് പ്രായത്തിലുള്ള ഏത് നിലവാരത്തിലുള്ള ആളുകൾക്ക് ആവശ്യമാണ്. എനിക്കും ആവശ്യമാണ്. നമ്മളാളുകൾ സൗരന്മാരോട് ചോദിക്കാറുണ്ട് ചില കാര്യങ്ങൾ, അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാറുണ്ട്, കറക്ഷൻസ് സ്വീകരിക്കാറുണ്ട്. അതുകൊണ്ട് ഇതെല്ലാവർക്കും ആവശ്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളിപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ആത്മീക സ്ഥിതിയെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കായാൽ ഓക്കെ, കുഴപ്പമില്ലാത്ത സ്വഭാവമാണ്, കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ ധാരണ ചിലപ്പോൾ തകർന്നു പോകാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ് കുടുംബം. രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നു. ഇപ്പോഴും നിങ്ങൾ വീട്ടിലെല്ലാവരോടും ഒരുമിച്ച് ജീവിക്കുന്നു. പക്ഷേ അതുപോലെ ഒരു ബന്ധമല്ല കുടുംബത്തിലേക്ക് വരുമ്പോൾ. രണ്ടുപേര് വളരെ ഇൻറ്റിമേറ്റായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഇതുവരെ പുറത്ത് കാണിക്കാത്ത പല സ്വഭാവങ്ങളും പുറത്തു വരും. പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതുപോലെ ഒരാളായിരുന്നു എന്ന്. ഈ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണെന്ന് വെച്ചാൽ അങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല കേട്ടോ. ചിലർ പറയാറുണ്ട്, ഡേറ്റിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ ഒരാളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, വെറുതെയാണ്. ഹ്യൂമൻ പേഴ്സണാലിറ്റി ഈസ് 90% ഹിഡൻ എന്നാണ്. അതിൻ്റെ 10% മാത്രമേ പുറത്ത് വരും. പേഴ്സോണ എന്ന വാക്ക് തന്നെ അതിൻ്റെ അർത്ഥം മാസ്ക് എന്നാണ്. സോ നമ്മൾ എപ്പോഴും നമ്മുടെ നല്ല മുഖം മാത്രമേ പുറത്ത് കാണിക്കൂ, നല്ല സ്വഭാവങ്ങൾ മാത്രമേ പുറത്ത് കാണിക്കൂ. അത് സ്കൂളിൽ ചെല്ലുമ്പോഴും കോളേജിൽ ചെല്ലുമ്പോഴും ഓഫീസിലും സഭയിൽ വരുമ്പോഴും ഒക്കെ നമ്മൾ നമ്മുടെ നല്ല മുഖം മാത്രമേ പുറത്ത് കാണിക്കൂ. അപ്പോൾ എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ച സഭായത്തിൽ വരുന്നൊരു പെൺകുട്ടി എല്ലാ ബൈബിൾ ക്ലാസ്സുകൾക്കും വരുന്നു, പ്രാർത്ഥനകൾക്ക് വരുന്നു, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്നു, ആഴ്ചയിൽ ഒരിക്കലും മറ്റ് സഹോദരിമാരുടെ കൂടെ സുവിശേഷം പറയാൻ പോകുന്നു. ഇങ്ങനൊരു പെൺകുട്ടിയെക്കുറിച്ച് നമ്മൾ എന്താ അഭിപ്രായം പറയും? കല്യാണം ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വളരെ സ്പിരിച്വലായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്, ധൈര്യമായിട്ട് കല്യാണം കഴിച്ചോ എന്നൊരു പയ്യനോട് പറഞ്ഞു. കല്യാണമൊക്കെ നടത്തി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ്റെ അമ്മ എന്നെ കണ്ടു. ക്യാമ്പിൽ വെച്ച് കണ്ട് എന്നെ പിടിച്ചു നിർത്തി. കഴുത്തിന് പിടിച്ചില്ലാന്നേ ഉള്ളൂ. പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ബ്രദർ, ഒറ്റ ഒരാൾ കാരണമാണ് ആ പെണ്ണിനെ എൻ്റെ മോൻ കെട്ടിയത്. ഞാൻ പറഞ്ഞു, എന്ത് പറ്റിയാ? പറഞ്ഞു, അവള് ആത്മീകമായി യാതൊരു താല്പര്യമില്ലാത്തൊരു പെണ്ണ്. ഞാൻ അവരോട് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, പൊന്നു സോറി, നമ്മൾ കണ്ടത് ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇവർ വളരെ സ്പിരിച്വലായിട്ടുള്ളൊരു പെൺകുട്ടിയാണെന്നാണ്. അപ്പോൾ ഇത് ഒരു സമയത്ത് നമ്മുടെ പാർട്ട്ണറെ കുറിച്ച് ഈ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് മനസ്സിലാവും, അയ്യോ, ഞാൻ പ്രതീക്ഷിച്ചത് ഇങ്ങനെയൊന്നും അല്ലല്ലോ, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അല്ലല്ലോ ചില കാര്യങ്ങൾ. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണെന്നില്ല. ചില കാര്യങ്ങളെങ്കിലും നമുക്കൊരു ഷോക്കായിരിക്കും. ചില കാര്യങ്ങളെങ്കിലും അപ്രതീക്ഷിതമായി നമ്മൾ ആഗ്രഹിച്ചത് കിട്ടാതെ വരും. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതിന് അപ്പുറത്ത് കിട്ടുകയും ചെയ്യും. ഇത് വേറെ വിഷയമാണ്. അപ്പോൾ യാഥാർത്ഥ്യങ്ങളുടെ ലോകം. അപ്പോൾ ഈ ഒരു ഏറ്റുമുട്ടൽ, ഈ ഒരു രസൽ അല്ലെങ്കിൽ ഈ ഒരു ഷോക്ക് ഉണ്ടാകുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചും പൊരുത്തപ്പെടേണ്ട ആവശ്യത്തെക്കുറിച്ചും നമ്മുടെ പല ആറ്റിറ്റ്യൂഡ്സ് മാറ്റേണ്ടതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിക്കുന്നു. അപ്പോൾ വിവാഹം ഒരു ഗ്രോത്തിനുള്ള ഒരു അവസരം കൂടിയാണ്. ദൈവം നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ക്രമീകരണം കൂടിയാണ്. ഓരോ വർഷവും കുടുംബജീവിതത്തിൽ നന്നായി ദൈവഹിതപ്രകാരം മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയും പുരുഷനും അവർ ആത്മീകമായിട്ടും അവർ സ്വഭാവത്തിലും എല്ലാം വളരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അപ്പോൾ നമ്മുടെ ദൈവഹിതപ്രകാരം ഒരു കുടുംബജീവിതം നയിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മനോഹാരിതയും അതിൻ്റെ മൂല്യവും. ഞാൻ ഈ കുടുംബജീവിതത്തിൻ്റെ ഭംഗിയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് 5 തലങ്ങളിൽ നിന്നുകൊണ്ടാണ്. കുടുംബജീവിതത്തെ ഏറ്റവും മനോഹരമാക്കി തീർക്കുന്ന പല ഘടകങ്ങളുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തോന്നിയ 5 കാര്യങ്ങൾ മാത്രം എടുത്തു പറഞ്ഞ് മുമ്പോട്ട് പോകട്ടെ. ഫ്രണ്ട്ഷിപ്പ്, സെക്ഷൽ ഇൻറ്റിമസി, ഗ്രോവിങ് ടുഗദർ, പേരൻറ്റിങ്, ദെൻ മിനിസ്ട്രി. ഈ 5 കാര്യങ്ങൾ
ഒരു ക്രിസ്തീയ കുടുംബത്തിൽ കാണേണ്ടതാണ്, അവിടെ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഓരോന്നിനെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചു പോകാം. ഒത്തിരി വിശദമായിട്ട് ചർച്ച ചെയ്യുന്നില്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ടതായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കാം. അപ്പോൾ ഒരു കുടുംബത്തെ ഏറ്റവും ഭംഗിയുള്ളതാക്കി തീർക്കുന്ന ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പാണ്. കൂട്ടുകൂടുക. കൂട്ട് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കൂട്ടുകൂടാൻ, ഫ്രണ്ട്ഷിപ്പ് നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. ദൈവം വിവാഹത്തെ സ്ഥാപിച്ചപ്പോൾ ആ തൊട്ടു മുമ്പ് പറഞ്ഞ പ്രസ്താവന നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ട്. എല്ലാ വിവാഹത്തിലും കേൾക്കുന്നൊരു കാര്യമാണ്. 32-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം എന്താണ്? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാനവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് സൃഷ്ടാവായ ദൈവം പറഞ്ഞു എങ്കിൽ കൂട്ടുകൂടി ജീവിക്കാൻ വേണ്ടിയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ഒന്നാമത് ദൈവത്തോടും, രണ്ടാമത് മനുഷ്യരോടും. ഈ കൂട്ടിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു തലം, ഏറ്റവും ഭംഗിയായി ഈ കൂട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, അത് കുടുംബമാണ്. മലാഖി 2:14 അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മ പത്നിയുമല്ലോ, കമ്പാനിയൻ ആൻഡ് വൈഫ് ബൈ കവനന്റ്. അപ്പം ഒരു വ്യക്തി കല്യാണം കഴിക്കുന്ന എന്തിനാണ്, വിവാഹം കഴിക്കുന്ന എന്തിനാണ്? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എനിക്കൊരു കൂട്ട് വേണം, എനിക്ക് കൂട്ടുകൂടാൻ ഒരാൾ വേണം എന്നുള്ളതാണ്. അപ്പോൾ എനിക്കിപ്പോൾ കൂട്ടുകാരില്ലേ, ഇപ്പോൾ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ആ ഫ്രണ്ട്സ് മതിയോ? ആ ഫ്രണ്ട്സിനേക്കാൾ ഒരുപക്ഷെ അധികം അടുത്ത് പെരുമാറാനും കൂട്ടുകൂടാനും സാധിക്കുന്ന, ഏറ്റവും ആസ്വാദികരമായി കൂട്ടുകൂടാൻ സാധിക്കുന്ന ഒരു തലമാണ് കുടുംബം. ഞാൻ വിവാഹം കഴിച്ചപ്പോൾ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, എനിക്കൊരു 100 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ടൗണിൽ ജനിച്ച് വളർന്ന ഒരാളാണ്. എവിടെ നോക്കിയാലും എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവരുമായിട്ട് വേഗം കമ്പനിയാവും. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ സ്വഭാവം അറിയാവുന്നത് മാരേജ് കൗൺസിലിംഗ് വന്നപ്പോൾ എന്നോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, സണ്ണി ഒത്തിരി കൂട്ടുകാരുണ്ട്, പക്ഷേ ഈ കൂട്ടുകാരെ ഒക്കെ കുറച്ചൊക്കെ സൈഡിലേക്ക് മാറ്റിയിട്ട് ഭാര്യയോട് കൂട്ടുകൂടാൻ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ ചായ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോരുവാണ്. പക്ഷെ കുടുംബജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് പ്രായോഗികമാക്കി എടുക്കാനായിട്ട് കുറേ സമയമെടുത്തു എന്ന് മാത്രമല്ല, ഞങ്ങൾ തമ്മിൽ കുറേ പ്രയാസങ്ങളുണ്ടായെന്ന് പറഞ്ഞാൽ, ഈ ഭാര്യയുമായിട്ട് കൂട്ടുകൂടാനായിട്ട് എനിക്ക് അത്ര എളുപ്പമായിരുന്നില്ല. അപ്പോൾ ഞാൻ അപ്പോഴും എൻ്റെ ഫ്രണ്ട്സുമായിട്ട് കൂട്ടുകൂടുകയും ഇവരെ കാണുന്നത് എനിക്ക് വലിയ സന്തോഷമായ തീരുകയൊക്കെ. ഞങ്ങൾ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ പിണക്കങ്ങളുടെ 90%, 99% പിണക്കങ്ങളും ഈ കൂട്ടുകാരെ ബന്ധപ്പെടുത്തിയുള്ള പിണക്കങ്ങളാണ്. മോള് കുഞ്ഞായിരുന്നൊരു സമയത്ത് ഞങ്ങളിങ്ങനെ ബൈക്കിൽ പോവുകയാണ്. ബൈക്കിൽ പോയി വാഴക്കുളം ടൗണിൽ ഇങ്ങനെ നിർത്തിയൊരു കടയിൽ സാധനം വാങ്ങാനായിട്ട് നിർത്തി. എൻ്റെ ഭാര്യ ബൈക്കിൽ നിന്ന് ഇറങ്ങി, ഇവള് ഫ്രണ്ടിലിരിപ്പുണ്ട്. തീരെ കൊച്ചുകുട്ടിയാണ്, ഒരു 2 വയസ്സൊക്കെ കാണും. അപ്പോൾ ഞാൻ ഈ ബൈക്ക് സ്റ്റാൻഡിൽ വെക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് റോഡിൻ്റെ അങ്ങേ സൈഡിൽ നിൽക്കുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ബൈക്ക് അവിടെ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഇറങ്ങിയൊരു ഓട്ടമാണ്. പക്ഷേ ഈ ബൈക്ക് സ്റ്റാൻഡ് ശരിക്ക് നിവർന്നില്ലായിരുന്നു. ബൈക്കും ഇവളിങ്ങടെ മറിഞ്ഞ റോഡിലേക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാനായിട്ടുള്ള ആവേശത്തിൽ ഇറങ്ങിയൊരു ഓട്ടമായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ വഴക്കുണ്ടായി എന്ന് പറഞ്ഞാൽ തമ്മിൽ തല്ലും പടയൊന്നുമല്ല, എങ്കിലും പരിഭവങ്ങളും കണ്ണുനീരും ഒക്കെ ഉണ്ട്. എന്താണ്, അച്ഛനെ കൂട്ടുകാരാണ് എപ്പോഴും വലുത് എന്നുള്ളൊരു പരാതി. അപ്പോൾ ആ പരാതി മാറി വരാനായിട്ട് കുറച്ച് സമയമെടുത്തു. അത് എനിക്ക് കുറേ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. എൻ്റെ കുറേ മനോഭാവങ്ങൾക്കും ഒക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടാണ്. അങ്ങനെ മാറ്റങ്ങൾ വരുത്തി ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ എന്നെക്കുറിച്ച് തന്നെ ഞാൻ ചിന്തിക്കുകയായിരുന്നു. വീട്ടിൽ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇന്ന് ഞാൻ പുറത്ത് പോയില്ലല്ലോ. എൻ്റെ സ്വഭാവത്തിന് പുറത്ത് പോകാതിരിക്കാൻ വലിയ പാടാണ്. അപ്പോൾ ഇന്ന് ഞാൻ പുറത്ത് പോയില്ല. രാവിലെ പിള്ളേരെല്ലാം സ്കൂളിൽ പോയി, കോളേജിൽ പോയി. ഞാനും ഭാര്യയും മാത്രം. ഞങ്ങൾ മുറ്റത്തെ പുല്ല് പറിച്ചു, ചെടിയുടെ കമ്പുകൾ വെട്ടി, അതുപോലെ അടുക്കളയിൽ പാചകം ചെയ്തു, വീട് ക്ലീനാക്കി, പല കാര്യങ്ങൾ ചെയ്തു, കുറച്ച് നോട്ടൊക്കെ ഉണ്ടാക്കി. ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞാൻ വിചാരിച്ചു, ഇന്ന് പുറത്ത് പോയില്ല. പക്ഷേ ആ പുറത്ത് പോകാത്തതിനെ സംബന്ധിച്ച് എനിക്ക് യാതൊരു വിഷമവും ഇല്ലായിരുന്നു. കാരണം എൻ്റെ ഭാര്യയുമായിട്ട് കൂട്ടുകൂടി നടന്നപ്പോൾ വേറെ ഒരു കൂട്ടുകാരനും എനിക്ക് വേണമെന്ന് തോന്നിയില്ല. അത് വളരെ ഹൃദ്യമായ ഒരു കൂട്ടായിട്ട് അനുഭവിക്കാനും ആസ്വദിക്കാനും സാധിക്കുന്ന ഒരു നിലയിലേക്ക് കുറച്ച് വർഷങ്ങൾ കൊണ്ടായിട്ടോ ഞങ്ങൾ എത്തിയത്. അത് ഒരുപക്ഷെ എൻ്റെ പ്രശ്നമായിരിക്കാം, ചിലർക്കത് വേഗത്തിൽ സാധിക്കും, എന്നെപ്പോലെയുള്ളവർക്ക് ഒരുപക്ഷെ കുറച്ച് സമയമെടുത്തേക്കാം. എങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കൂട്ടുകൂടുക എന്നുള്ളത് കുടുംബത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹാപ്പി മാരേജസ് ആർ ബേസ്ഡ് ഓൺ ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ്. കുടുംബജീവിതത്തിൻ്റെ സന്തോഷം
നിങ്ങൾ എത്ര നന്നായി കൂട്ടുകൂടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പോൾ ദൈവം നിങ്ങൾക്ക് ഒരു പങ്കാളിയെ തരുന്നെങ്കിൽ ആ പങ്കാളിയോട് കൂട്ടുകൂടാനായിട്ട് നിങ്ങൾ തയ്യാറാകണം. ആ പങ്കാളിയുമായി ജീവിതം ഷെയർ ചെയ്യാനും ഒരുമിച്ചിരിക്കാനും സംസാരിക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. ക്രിസ്തീയ കുടുംബജീവിതത്തിലെ കൂട്ടിനെക്കുറിച്ച് പറയുമ്പോൾ ഇതൊരു കവനൻ്റൽ ഫ്രണ്ട്ഷിപ്പാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാധാരണ ഫ്രണ്ട്ഷിപ്പ് അല്ല, ഇതൊരു കവനൻ്റ്, ഒരു ഉടമ്പടി പ്രകാരമുള്ള ഒരു കൂട്ടാണ്. മലാഖിയുടെ ആ വാക്യം നിങ്ങൾ ഓർക്കുക, മലാഖി 2:14 ധർമ്മപത്നിയുമല്ലോ എന്നാണ് മലയാളം ബൈബിളിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ വൈഫ് ബൈ കവനൻ്റ്. വിവാഹം ഒരു ഉടമ്പടിയാണെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഫ്രണ്ട്ഷിപ്പ് ഒരു ഉടമ്പടിയാണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ശമൂവേലിൻ്റെ പുസ്തകത്തിൽ 1 ശമൂവേൽ 18:1-3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ജോനഥനും ദാവീദും തമ്മിൽ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജോനഥൻ ദാവീദുമായിട്ടൊരു ഉടമ്പടി ചെയ്തു. പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഒരു ബന്ധത്തിലേക്ക് അവർ കടന്നു. ഏറ്റവും അടുത്ത കൂട്ടുകാരായിട്ട് അവർ മാറി. ആ കൂട്ടിൻ്റെ അടിസ്ഥാനം അതൊരു കവനൻ്റൽ ഫ്രണ്ട്ഷിപ്പായിരുന്നു. എന്താണ് കവനൻ്റ് എന്ന് പറഞ്ഞാൽ? ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമ്പടി എന്ന് പറഞ്ഞാൽ 2 വ്യക്തികൾ തമ്മിൽ ഏർപ്പെടുന്ന ഒരു എഗ്രിമെൻ്റ് പോലെയാണ്. പക്ഷേ സാധാരണ എഗ്രിമെൻ്റ് അല്ല. എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പേരും പരസ്പരം സമ്മതിച്ച് ഒപ്പിടുന്നു. ഒരു കക്ഷി പ്രമാണങ്ങൾ ലംഘിച്ചാൽ, വ്യവസ്ഥകൾ ലംഘിച്ചാൽ എഗ്രിമെൻ്റ് ക്യാൻസൽ ആകുന്നു. പക്ഷേ കവനൻറ്റിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. കവനൻ്റ് അൺകണ്ടീഷണലാണ്. മിക്കവാറും കണ്ടീഷണൽ കവനൻസും ഉണ്ടെങ്കിലും ദൈവവും മനുഷ്യനും തമ്മിലുള്ള കവനൻറ്റും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഉടമ്പടിയും ഇത് രണ്ടും അൺകണ്ടീഷണൽ കവനൻസാണ്. വ്യവസ്ഥകളില്ല. അതായത് ഒരാൾ ഇന്നത് ചെയ്താൽ ഞാൻ സ്നേഹിക്കാം, ഞാൻ കൂട്ടുകൂടാം എന്നൊരു വ്യവസ്ഥയില്ല. അതുപോലെ തന്നെ അതിന് ഒരവസാനവുമില്ല. ദർ ഈസ് നോ വേ ഔട്ട്. ഇത് അവസാനിപ്പിച്ച് പോകാനായിട്ട് യാതൊരു വഴിയുമില്ല, യാതൊരു അവസരവും നമുക്കില്ല. കവനൻ്റ് എന്ന് പറയുമ്പോൾ അതിനതിൻ്റേതായിട്ടുള്ള ദൃഢതയുണ്ട്, അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. സോ നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ യു ആർ എൻറ്ററിങ് ഇൻ ടു എ കവനൻ്റൽ റിലേഷൻഷിപ്പ്, എ കവനൻ്റൽ ഫ്രണ്ട്ഷിപ്പ് വിത്ത് യുവർ പാർട്ട്ണർ. എൻ്റെ ഭാര്യയായി ദൈവം എനിക്ക് തരുന്ന വ്യക്തിയുമായി ഒരു ഉടമ്പടി സ്നേഹബന്ധത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. എൻ്റെ ഭർത്താവായി തീരാൻ ദൈവം തരുന്ന വ്യക്തിയുമായി ഒരു ഉടമ്പടി സ്നേഹബന്ധത്തിലേക്ക്, കൂട്ടിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ആ ബന്ധം മരണം വരെ തുടരേണ്ട ഒരു ബന്ധമാണ്. കൗൺസിലിങ്ങിനായിട്ട് പലരും എൻ്റെ അടുക്ക് വരുമ്പം പറയാറുണ്ട്, പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുന്നു. പ്രശ്നങ്ങൾ പങ്കുവെച്ച് കഴിയുമ്പം നമ്മളതിൻ്റെ മാറ്റങ്ങൾ വരുത്തേണ്ട മേഖലകൾ ഏതൊക്കെയാണെന്ന് അവരെ കാണിച്ചു കൊടുക്കും. കാണിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇത് ചെയ്യണമെന്ന് പറയും. ഭാര്യയോട് പറയും ഇതൊക്കെ ചെയ്യണം, ഭർത്താവിനോട് പറയും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയും. അപ്പോൾ മിക്കവാറും ആളുകൾ പറയുന്നത്, ഞാനൊന്ന് നോക്കട്ടെ ഇവിടിതൊക്കെ ചെയ്യുന്നുണ്ടോയെന്ന്. ഭർത്താക്കന്മാർ പറയുന്നത് ഇവിടിതൊക്കെ ചെയ്യുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാൻ ബാക്കി. ചില സഹോദരിമാർ പറയും, ഇത് എത്ര നാളായിട്ട് പറയുന്ന സാർ, ഇതുവരെ ഇതൊന്നും ചെയ്ത് കാണുന്നില്ല, പിന്നെ എന്തിനാണ് ഞാൻ ചെയ്യുന്നത്? അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാത്തിരിക്കുകയാണ്. അയാളുടെ ഉത്തരവാദിത്വം ചെയ്യട്ടെ, ഇവളുടെ ഉത്തരവാദിത്വം ചെയ്യട്ടെ എന്ന് കാത്തിരിക്കുകയാണ്. പക്ഷേ ഒരു കവനൻ്റൽ ബന്ധത്തിൽ അങ്ങനെയല്ല. കവനൻ്റൽ ബന്ധത്തിൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ദൈവം ക്രിസ്തുവിലൂടെ നമ്മളോട് ഉണ്ടാക്കിയ പുതിയ ഉടമ്പടിയെക്കുറിച്ചാണ്. നമ്മൾ അങ്ങോട്ട് ചെല്ലാനായിട്ട് കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല കാണുന്നത്. മനുഷ്യനെ അന്വേഷിച്ച് വരുന്ന, കാണാതെ പോയതിനെ തിരഞ്ഞു വരുന്ന, നമ്മൾ പോലും പാപങ്ങളുടെ മോചനം ആവശ്യമാണെന്ന് ചിന്തിക്കാത്ത സമയത്ത് നമ്മുടെ പാപമോചനം സാധ്യമാക്കിയ, നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം എത്തിപ്പിടിക്കാൻ കഴിയാത്ത സമയത്ത് നമ്മെ സ്നേഹിച്ച ആ ഒരു വ്യവസ്ഥകൾ കൂടാതെയുള്ള ഉടമ്പടി സ്നേഹം, ആ സ്നേഹമാണ് ദൈവം നമുക്ക് തന്നത്. ഇതാണ് ഉടമ്പടിയുടെ ഒരു മാതൃക എന്ന് പറയുന്നത്. അപ്പോൾ കുടുംബജീവിതത്തെ സംബന്ധിച്ച് ആരാദ്യം കൂട്ടുകൂടും? ഞാനായിരിക്കും ആദ്യം കൂട്ടുകൂടുന്നത്. അതിന് ഞാനായിരിക്കും മുൻകൈ എടുക്കുന്നത്. ഐ വിൽ ബി ദ ഫസ്റ്റ് പേഴ്സൺ, അല്ലേ? ഓർ ഐ വിൽ ബി ദ ഏജൻറ്റ് ഓഫ് ചേഞ്ച്. ഞാനാണ് ആദ്യം മാറ്റം വരുത്തുന്നത്. അവിടെ കണ്ടീഷൻസ് ഒന്നുമില്ല. എൻ്റെ ഭാര്യ എനിക്ക് എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കി തരികയും എല്ലാ ദിവസവും എൻ്റെ ഡ്രസ്സ് അലക്കി തരികയും എൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരികയും ഒക്കെ ചെയ്താൽ ഞാൻ അവളെ സ്നേഹിക്കാം എന്ന് പറയുന്നത് ഒരു ദൈവവചനപ്രകാരമുള്ള ഒരു കുടുംബജീവിതത്തിൻ്റെ ചിത്രമല്ല. ഇത് വിശ്വാസികൾ പോലും മറന്നു പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു ചെറുപ്പക്കാരിയും കൗൺസിലിങ്ങിനോ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഇവരെ ഇരുത്തി ഇവരുടെ സങ്കടങ്ങളും പരിഭവങ്ങളും ദേഷ്യവും പൊട്ടിത്തെറിയും ബഹളവും ഇതെല്ലാം, അടിയല്ലാത്തതെല്ലാം അവിടെ നടന്നു. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ശാന്തമായി ഒരു പ്രകാരത്തിൽ അവർക്ക് ആവശ്യത്തിനുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അവർ പോയി, സന്തോഷമായിട്ട് പോയി. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സഹോദരൻ, ഈ പയ്യൻ എന്നെ വിളിച്ചു, അങ്ങളെ അവൾ ശരിയാവില്ല. ഞാൻ പറഞ്ഞു, മോനെ അതെൻ്റെ അടുത്ത് പറയണ്ട, എൻ്റെ അടുത്ത് പറയണ്ട, എനിക്ക് കേൾക്കാൻ താല്പര്യം നീ എത്രത്തോളം മാറ്റം വരുത്തി എന്നുള്ളതാണ്. അന്ന് സംസാരിച്ച വിഷയങ്ങളിൽ
നിന്റെ ഭാഗത്തു നിന്ന് ദൈവവചനത്തിൽ നിന്ന് മാറി നീ സഞ്ചരിച്ച വഴികൾ ഏതൊക്കെയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു. എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നു. ആ വിഷയത്തിൽ നിനക്ക് എന്ത് പുരോഗതിയുണ്ട്? അവന് പിന്നെ എന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് ഒരു പ്രശ്നം. അപ്പോൾ ഈ കവനൻ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമായി നമ്മുടെ ഹൃദയത്തിലിരിക്കണം. നിങ്ങൾ വിവാഹം കഴിക്കുന്നത് ഇറ്റ്സ് എ ലൈഫ് ലോങ് അൺകണ്ടീഷണൽ കവനൻ്റാണ്. വിവാഹമോചനത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തല്ലേ. അപ്പം അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല. ഒരു ക്രിസ്തീയ വിവാഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതെങ്ങനെ അവസാനിപ്പിക്കാം എന്നൊരു ചോദ്യമില്ല. അതുകൊണ്ടാണ് ഈ വിവാഹത്തിൻ്റെ വേദിയിൽ കൈപിടിപ്പിച്ച സഹോദരന്മാർ ചൊല്ലിത്തരുന്ന പ്രതിജ്ഞയുണ്ടല്ലോ. ആ പ്രതിജ്ഞ എന്താണ്? ഇന്നു മുതൽ മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ, അല്ലേ? മരണം നമ്മെ വേർപെടുത്തും വരെ എന്നാണ്. ഈ മരണം നമ്മെ വേർപെടുത്തും വരെ എന്നുള്ളത് പല ആളുകളും സുബോധത്തോടു കൂടിയാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. അതൊരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളങ്ങനെ ചെയ്തു പോവുകയാണ് എന്നുള്ള രീതിയിലാണ്. പണ്ടാരോട് പറഞ്ഞു ഇന്ന് മുതൽ മകരം വരെ എന്ന് പറഞ്ഞു. മരണം എന്ന് പറഞ്ഞ് തിരിഞ്ഞു വരും. ഇന്ന് മുതൽ മകരം വരെ ഞാൻ നിന്നെ സ്നേഹിക്കും. അപ്പോൾ ഈ മകരം വരെയുള്ള പരിപാടിയല്ല, ഇത് മരണം വരെയുള്ള പരിപാടിയാണ്. അപ്പോൾ സീസൺസ് ഓഫ് ലൈഫ് മേ ചേഞ്ച്. ജീവിതത്തിൻ്റെ ഈ കാലാവസ്ഥകളും എല്ലാം മാറും. പക്ഷെ കവനൻറ്റ് കനോട്ട് ബി ചേഞ്ച്. അതിനകത്തുനിന്ന് ഒരു ഇഞ്ച് പോലും നമുക്ക് പുറകോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. ഇതൊരു കവനൻ്റൽ ഫ്രണ്ട്ഷിപ്പാണെന്ന് ഓർക്കുക. ഈ കൂട്ടിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫ്രണ്ട്ഷിപ്പിനകത്ത് ഒരുമിച്ചിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. ടുഗദർനെസ്, ദ സെൻസ് ഓഫ് ബീയിങ് ക്ലോസ് ടു അനദർ പേഴ്സൺ. ഒരാളോട് വളരെ അടുപ്പമുണ്ടാകുന്ന ഒരു അനുഭവമാണ് ഈ ടുഗദർനെസ് എന്നുള്ളത്. വിവാഹത്തെ സ്ഥാപിച്ചപ്പോൾ ദൈവം പറഞ്ഞു, അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. അവർ മേലാൽ രണ്ടല്ല. നിങ്ങളിപ്പോൾ വ്യത്യസ്തരാണ്, അല്ലെങ്കിൽ ഓരോരുത്തരും ഒറ്റയ്ക്കാണ്. പക്ഷെ കുടുംബജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ രണ്ട് വ്യക്തികൾ ചേർന്ന് ഒരുമിച്ച് ഒരു എൻറ്റിറ്റിയായി തീരുന്ന ഒരു പരിപാടിയാണ്. ഒരു വിചിത്രമായ പ്രതിഭാസമാണ്. പിന്നെ അതിനകത്ത് വേർപിരിയിലില്ല. കർത്താവായ യേശുക്രിസ്തു, എവിടെയൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ വെളിപ്പാടുകളിലേക്ക് വാ. കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്, അല്ലെ? ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഏക വ്യക്തി സംയോഗം. യേശുക്രിസ്തു ഈ മറിയയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ പിന്നെ ഈ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും എന്നുള്ള രീതിയിൽ അല്ലാതെ യേശുക്രിസ്തുവിനെ നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ ദൈവത്വത്തെ തിരിച്ചു വയ്ക്കാൻ പറ്റില്ല, മനുഷ്യത്വത്തെ തിരിച്ചു വയ്ക്കാൻ പറ്റില്ല. ചിലർ പറയാറുണ്ട്, അപ്പോൾ യേശുക്രിസ്തു മനുഷ്യനായിരുന്നു, കുരിശ് മരിച്ചപ്പോൾ മനുഷ്യനായിരുന്നു, ദൈവം അല്ലായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും യേശുക്രിസ്തു എന്ന വ്യക്തിയെ വേർതിരിക്കാൻ പറ്റില്ല. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ഏക വ്യക്തി സംയോഗമാണ് യേശുക്രിസ്തു എന്ന വ്യക്തി. നിത്യതയിലും അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. കുടുംബജീവിതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ട് വ്യത്യസ്ത വ്യക്തികൾ ഒരുമിച്ച് വന്ന് ഒന്നായിത്തീരുന്ന ഒരു ദേഹമായിത്തീരുന്ന അനുഭവമാണ് കുടുംബത്തിൽ സംഭവിക്കേണ്ടത്. ഞാനും നീയും ചേർന്ന് നമ്മൾ ആയിത്തീരുന്ന അനുഭവമാണ് കുടുംബം. കുടുംബജീവിതത്തിൽ ഒരിക്കലും നിൻ്റെ എൻ്റെ എന്ന് അങ്ങനെ ഒരു വേർതിരിവ് ഇല്ല. നമ്മുടേത് നമ്മൾ എന്നേ ഉള്ളൂ. ചില കുടുംബങ്ങളിൽ അങ്ങനെയാണ്. എനിക്കറിയാവുന്നൊരു കുടുംബമുണ്ട്, വിശ്വാസികളല്ല അവിശ്വാസികളാണ്. അവിടെ ചേട്ടൻ്റെ പറമ്പിൻ്റെ ആധാരം ചേട്ടൻ്റെ കയ്യിലാണ്, ചേട്ടത്തിയുടെ വീട്ടിൽ നിന്ന് വീതം കിട്ടിയ വസ്തുവകളും ആധാരം അതിൻ്റെയൊക്കെ ആധാരം ചേട്ടത്തിയുടെ കയ്യിലാണ്. ഇത് ചേട്ടൻ കണ്ടിട്ട് പോലും ഇല്ല, ഇത് ചേട്ടനെ കാണിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ ഇതെൻ്റെയാണ്, അത് ചേട്ടൻ്റെയാണ്. അപ്പോൾ ഈ നമ്മൾ എന്ന് പറയുന്നത് എവിടെയാണ്? ഈ ഒന്നായി തീർന്നത് എവിടെയാണ്? എൻ്റെ പണം നിൻ്റെ പണം, അല്ല എൻ്റെ ശമ്പളം നിൻ്റെ ശമ്പളം, എൻ്റെ മക്കളും നിൻ്റെ മക്കൾ. അങ്ങനെ മക്കളെ പോലും വീതം വയ്ക്കുന്നവരുണ്ട്. ഇവളെന്നെ പോലെ, അതുകൊണ്ട് ഇത് എൻ്റെ മോൾ, ഇത് നിന്നെ പോലെ, അല്ലേ? അങ്ങനെ വീതം വയ്ക്കുന്നുണ്ട്, അല്ലേ? സ്വഭാവങ്ങളുടെ കാര്യത്തിലും പറയും, നല്ല എന്തെങ്കിലും കാര്യം ചെയ്താൽ അവളെൻ്റെ മോളാണ്, എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യം ചെയ്താൽ നിൻ്റെ എല്ലാ സ്വഭാവവും ഇതിനകത്തുണ്ട് എന്ന് പറയും. അതൊന്നുമല്ല, ഇത് നമ്മുടെ രണ്ടുപേരുടെയും കൂടെയാണ് എന്നുള്ളതാണ്. മക്കളെ സംബന്ധിച്ച്, ഏത് വിഷയത്തെ സംബന്ധിച്ച് കുടുംബജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എൻ്റെ നിൻ്റെ ഇല്ല, നമ്മളെ ഉള്ളൂ എന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം. ഇത് ദൈവം യോജിപ്പിച്ചതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. നിങ്ങൾ വിവാഹം കഴിക്കുന്നത് നിങ്ങൾ പോയി കണ്ടു, സംസാരിച്ചു, സഭയിലെ സഹോദരന്മാരൊക്കെ നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു, മാതാപിതാക്കൾ അവരുടെ സമ്മതമൊക്കെ പറഞ്ഞു, ഇഷ്ടപ്പെട്ടു, വിവാഹം കഴിച്ചു. അപ്പോൾ ആരാണ് ഈ പങ്കാളിയെ തിരഞ്ഞെടുത്തത്? പങ്കാളിയെ തിരഞ്ഞെടുത്തത്? ഞാനാ തിരഞ്ഞെടുത്തത്. പക്ഷേ അതിൻ്റെ പുറകിൽ ഒരു വലിയ സത്യമുണ്ട്. ആ വലിയ സത്യം എന്താണ്? ദൈവമാണ് കൂട്ടിച്ചേർക്കുന്നത്. ദൈവമാണ് വിവാഹത്തിൻ്റെ കാർമ്മികൻ. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മളെ കൂട്ടിച്ചേർത്തത്, എന്നെയും എൻ്റെ ഭാര്യയെയും കൂട്ടിച്ചേർത്തത് സ്വർഗത്തിലെ ദൈവമാണ് എന്നുള്ള കാര്യം മറന്നാൽ നമുക്ക് പലതും തോന്നും. പല മോശമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തോന്നും, അല്ലേ?
എനിക്കും നിങ്ങൾക്കുമൊക്കെ തെറ്റുപറ്റാം. നമുക്കൊക്കെ നമ്മുടെ തീരുമാനങ്ങളിലും തിരഞ്ഞെടുപ്പിലും ഒക്കെ തെറ്റുപറ്റാം. അതാണ് പലരും പറയുന്നത്, ബ്രദർ ഐ ഹാഡ് എ റോങ് ചോയ്സ് ഓർ ഐ മെയ്ഡ് എ റോങ് ചോയ്സ് എന്ന് പലരും പറയാറുണ്ട്. കൗൺസിലിംഗിന് വരുമ്പോൾ ചിലപ്പോൾ 4-5 വർഷം ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വളരെ വിഷമത്തോടെ എൻ്റെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞു, സഹോദരാ, ഞാൻ ആത്മാർത്ഥമായിട്ട് സംശയിച്ചു പോവുകയാണ്, എൻ്റെ തീരുമാനം തെറ്റിപ്പോയോ? ആത്മാർത്ഥമായിട്ടുള്ള എൻ്റെ സംശയമാണ്, എൻ്റെ തീരുമാനം തെറ്റിപ്പോയോ, എനിക്ക് അവളുമായിട്ട് യോജിച്ച് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് പറയാൻ പറ്റും? സാധ്യതയുണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരിക്കലും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചിന്തിക്കാൻ പോലുള്ള അനുവാദം നമുക്കില്ല. ദൈവം യോജിപ്പിച്ചതാണ്, ദൈവമാണ് നിങ്ങളെ യോജിപ്പിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം നടക്കില്ലായിരുന്നു. ദൈവം യോജിപ്പിച്ചതാണെങ്കിൽ അതിനെ വേർപിരിക്കാനായിട്ട് മനുഷ്യന് അനുവാദം ഇല്ല. ഒരു സാഹചര്യത്തിലും അനുവാദമില്ല, ഒരു കൗൺസിലർക്കും അനുവാദമില്ല, ഒരു സഭാ നേതൃത്വത്തിനും അനുവാദമില്ല. കാരണം ദൈവം യോജിപ്പിച്ചതിനെ വേർപിരിക്കാൻ ഏത് മനുഷ്യനാണ് അനുവാദമുള്ളത്? അപ്പോൾ വേർപിരിക്കാനായിട്ട് ആകാത്ത ബന്ധമാണ്. ഈ ടുഗദർനെസ് എല്ലാവരും കുടുംബത്തിൽ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ള വേറെ ചോദ്യമാണ്. ഈ ടുഗദർനെസ് ഞാൻ പറഞ്ഞത്, ഇറ്റ് വിൽ നോട്ട് ജസ്റ്റ് ഹാപ്പൻ. ഇത് നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ട ഒന്നാണ്. മനഃപൂർവ്വമായിട്ട് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ചേഞ്ച് ദ വേ യു തിങ്ക്, അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുവരെ ഒറ്റയ്ക്ക് ജീവിച്ചു, ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ വളർന്നു വന്ന, അങ്ങനെ മുമ്പോട്ട് വന്ന ഒരു വ്യക്തി മറ്റൊരാളുമായിട്ട് കൂട്ടുകൂടാൻ ശ്രമിക്കുമ്പോൾ ഇനി തന്നെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കേണ്ടത്, അവൻ്റെ ചിന്തകൾക്ക് വ്യത്യാസം വരുത്തണം. മറ്റൊരു ആളെ കൂടി ഉൾപ്പെടുത്തി ചിന്തിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. നമ്മുടെ തീരുമാനമെടുക്കുന്ന കാര്യത്തിലും, നമ്മുടെ ഭാവി പ്ലാൻ ചെയ്യുന്ന കാര്യത്തിലും, നമ്മുടെ സ്വപ്നങ്ങളിലും, എല്ലാ കാര്യങ്ങളിലും ഒരാളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ പങ്കാളിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ചിന്താതലത്തിലൊരു മാറ്റം വരുത്തിയെങ്കിലേ സാധിക്കുള്ളൂ. ചിന്താതലത്തിലൊരു മാറ്റം വരണം. നമ്മൾ ലീവിങ്ങിനെ കുറിച്ചും ക്ലീവിങ്ങിനെ കുറിച്ചൊക്കെ ഒത്തിരി പറയാറുണ്ട്. അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും എന്നൊക്കെ പറയാറുണ്ട്. ഈ വിട്ടുപിരിയിലും പറ്റിച്ചേരലും ആദ്യം നടക്കേണ്ടത് നമ്മുടെ മനസ്സിലാണ്. മാനസികമായ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു വിട്ടുപിരിയൽ നടക്കണം. എന്നിട്ട് മാനസികമായ ഒരു ഒന്നാകൽ ഉണ്ടാകണം. ഇതുണ്ടായില്ലെങ്കിൽ വല്ലാത്ത പാടാണ്. എനിക്കറിയാവുന്ന ചില കുടുംബങ്ങളുണ്ട്, അവിശ്വാസികളായിട്ടുള്ള ആളുകളാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര വഴക്കാണ്. ഇദ്ദേഹം കള്ളു കുടിച്ച് വന്നിട്ട് ഈ ചേട്ടത്തിനെ എടുത്തിട്ടിടിക്കും, നല്ല ഇടി കൊടുക്കും. പക്ഷേ ഈ ചേട്ടൻ ഇട്ടിട്ട് പോവില്ല, വീട്ടിൽ പോവില്ല. എന്തോരം ഇടി കൊണ്ടാലും വൈകുന്നേരം ഒരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞതാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ സൗരിയുടെ പെരുമാറ്റം. എന്നെ ഇടിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്യും സാറേ, പക്ഷേ അദ്ദേഹം രാത്രി കിടന്നു കഴിയുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽച്ചുവട്ടിൽ പോയി കിടക്കും ഒരു കട്ടിലേൽ. അതൊരു സുഖമാണ് എന്ന് പറയും. കാരണം ദൈവം യോജിപ്പിച്ചതാണ്. എനിക്ക് കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ? ഇന്ന് വളരെ നിസ്സാരമായിട്ടാണ് മനുഷ്യനെ കളഞ്ഞിട്ട് പോകുന്നത്. ഈ വെറുതെ എടുത്ത് കളഞ്ഞിട്ട് പോവുക. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല പിന്നെ എന്താ വഴി? ഇഷ്ടപ്പെടുന്നില്ല, പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തത്? എന്തുകൊണ്ടാണ് പൊരുത്തപ്പെടാൻ കഴിയാത്തത്? ഈ പൊരുത്തപ്പെടാൻ കഴിയാത്തത് ഒരുപക്ഷെ എൻ്റെ പേഴ്സണാലിറ്റിയിലെ പ്രോബ്ലം കൊണ്ടായിരിക്കാം, എൻ്റെ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമായിരിക്കാം, എൻ്റെ കാഴ്ചപ്പാടുകളുടെ പ്രശ്നമായിരിക്കും, എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രശ്നമായിരിക്കും. അതിന് ഞാൻ അയാളെ ഇട്ടേച്ച് പോയിട്ട് വേറൊരാളെ കൂടെ കൂടിയിട്ട് കാര്യമുണ്ടോ? ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ദൈവം നമുക്കൊരാളെ തന്നത് ആക്സിഡൻ്റലായിട്ട് തന്നതല്ല. ഞാനും എൻ്റെ ഭാര്യയും വിവാഹം കഴിച്ചപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒത്തിരി പൊരുത്തക്കേടുകളുണ്ടായിരുന്നു. ഞാനൊരു ടൗണിൽ ജനിച്ചു വളർന്ന ഒരാളാണ്, എൻ്റെ ഭാര്യ ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. എൻ്റെ ചിന്താഗതികളിലും എൻ്റെ പ്രവർത്തനങ്ങളിലും ഒക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ പ്രകൃതങ്ങൾ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഞാൻ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്, എൻ്റെ ഭാര്യ വളരെ സ്ലോ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇത് ആദ്യ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു കോൺഫ്ലിക്റ്റ് ആയിരുന്നു, ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷേ പിന്നീട് കുടുംബ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോൾ മനസ്സിലായൊരു കാര്യമുണ്ട്, ഡിഫറൻസസ് ആർ നോട്ട് മിസ്റ്റേക്സ്. കാരണം എന്നെപ്പോലെ പെരുമാറാത്തതെല്ലാം തെറ്റ്, ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യാത്തതെല്ലാം തെറ്റ് എന്നാണ് ഞാൻ വ്യാഖ്യാനിക്കുന്നത്. അവളെന്താ ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെ അയാളെന്താ ഇങ്ങനെ ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത്, ഇതുപോലെയല്ലേ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ചിന്തിക്കുന്നത്. ഡിഫറൻസസ് ആർ നോട്ട് മിസ്റ്റേക്സ്. ഇത് നിങ്ങൾ വിവാഹം കഴിച്ച് ചെല്ലുമ്പോൾ പെമ്പിള്ളേർ സൂക്ഷിച്ചോ, നിങ്ങളുടെ അമ്മായിയമ്മ ചെയ്യുന്നതിന് ഡിഫറൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്താൽ അത് ചിലപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്കായിട്ട് കണക്കൂട്ടുന്ന അമ്മായിമ്മമാരുണ്ട് എന്ന് പറഞ്ഞാൽ, കറിക്ക് അരിയുന്ന രീതി, പച്ചക്കറികൾ അരിയുന്നതിന് മുമ്പ് കഴുകണോ കഴുകിയിട്ട് അരിയണോ, ഇത് ഏതാണ് മിസ്റ്റേക്ക്? എല്ലാ പച്ചക്കറി ഒരുപോലെ അല്ല അല്ലേ? അപ്പോൾ പക്ഷേ ചില അമ്മച്ചിമാർ ശീലിച്ച് വന്നേക്കുന്ന ഒരു രീതി കാണും. ആ രീതിയിൽ തന്നെ നിങ്ങൾ അരിഞ്ഞില്ല പ്രതി, ഇവളെവിടെ കിടന്നവളാന്ന്, ഇവളെവിടെ നിന്ന് വന്നതാ, ഇവർക്ക് ഇതുവല്ലോ അറിയാവോ അല്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി മകളെ കെട്ടിച്ചു വിട്ട വീട്ടിലെ കുറ്റങ്ങൾ പറയുകയാണ്. ഏറ്റവും വലിയ കുറ്റം അവർ കണ്ടുപിടിച്ചത്, എൻ്റെ പൊന്നു സഹോദരി, എൻ്റെ ഭാര്യയുടെ പറയാം, എൻ്റെ പൊന്നു ലിസി, മനുഷ്യർ വല്ലവരും ചെയ്യും, അവർ കഞ്ഞി വയ്ക്കുമ്പോൾ അതിനകത്ത് ഉപ്പിട്ടാ കഞ്ഞി വെക്കണം.
അപ്പോൾ ആ വീട്ടുകാർ ശരിയല്ലെന്ന് പറയുന്നത്. സോ ഡിഫറൻസസ് ആർ നോട്ട് മിസ്റ്റേക്ക്. ഇത് മതി ഒരു കുടുംബകലഹം ഉണ്ടാകും കേട്ടോ. പല കേസുകളിലും കൗൺസിൽ ചെയ്ത് വരുമ്പോൾ കണ്ടുപിടിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ നെഗ്ലിജിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ കയറി പിടിച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ കൂടെ ഈഗോയും കൂടെ ചേർന്ന് കഴിയുമ്പോൾ പിന്നെ നല്ല പണിയായി. അപ്പോൾ ഡിഫറൻസസ് ഉണ്ടാവും. പ്രത്യേകിച്ച് രണ്ട് സിസ്റ്റത്തിൽ വളരുന്ന രണ്ട് പേർ. നിങ്ങൾ രണ്ടുപേരും രണ്ട് കുടുംബത്തിൽ, രണ്ട് സൈസ് കുടുംബത്തിൽ വളരുന്നതാണ്. എവറി ഫാമിലി ഈസ് എ സിസ്റ്റം. അപ്പോൾ ഒരു ഫാമിലിയിലെ സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടുത്തെ ബന്ധങ്ങളുടെ രീതി, അവരുടെ വാല്യൂസ്, അവരുടെ കാഴ്ചപ്പാടുകൾ, അവർ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി, പണം ചെലവഴിക്കുന്ന രീതി, വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ പെരുമാറുന്ന രീതി, ആൺകുട്ടികളുടെ സ്ഥാനം, പെൺകുട്ടികളുടെ സ്ഥാനം, ഇതെല്ലാം മറ്റൊരു കുടുംബത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മൾ വിവാഹം കഴിച്ച് രണ്ടുപേരും ഒന്നായി തീരുമ്പോൾ എന്താണ്, നമ്മൾ ഈ രണ്ട് സിസ്റ്റത്തെയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ടാണ് പിന്നെയുള്ള ശ്രമം എന്ന് പറയുന്നത്. അപ്പോൾ അത് ദൈവകൃപയാൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യം ആണ്. ദൈവത്തിൽ ആശ്രയിച്ചും പിന്നെ ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോയാൽ അത് ഈ അഡ്ജസ്റ്റ്മെൻ്റൽ പ്രോബ്ലം കുടുംബത്തിന് മാത്രമല്ല. നിങ്ങളൊരു കമ്പനിയിൽ ജോലി ചെയ്യുക, ഒരു പ്രസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ ചെന്നേ, ആ പ്രസ്ഥാനവുമായിട്ട് നിങ്ങൾ ഒന്ന് ഇണങ്ങി വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കില്ലേ? അവിടുത്തെ പോളിസീസും അവിടുത്തെ മാനേജരും അവിടുത്തെ സബോർഡിനേറ്റ്സും കൂടെ ജോലി ചെയ്യുന്ന ആളുകളും അവിടുത്തെ സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒന്ന് ഇണക്കത്തിൽ വന്ന് ജോലി ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും ഇല്ലേ? അത് ഏത് സ്ഥലത്ത് ചെന്നാൽ, ഒരു സ്ഥാപനം വിട്ട് മറ്റൊരു സ്ഥാപനത്തേക്ക് ചെന്നാൽ കുറച്ച് സമയം എടുക്കും. അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് ഈ ഒന്നാകൽ, ഈ ടുഗദർനെസ് എന്ന് പറയുന്നത് കൊണ്ടുനടക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ എൻ്റെ പങ്കാളി എന്നിൽ നിന്നും വ്യത്യസ്തനാണ്. അങ്ങനെയുള്ള രണ്ടുപേരെയാണ് ദൈവം കൂട്ടിച്ചേർത്തത്. ഈ വ്യത്യസ്തയായ വ്യക്തിയെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു നല്ല ഹോംവർക്കാണ്. ഈ മനസ്സിലാക്കൽ, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, നമുക്ക് മിക്കവാറും ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ പങ്കാളിയെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പൂർണ്ണമായിട്ട് 100% ഒന്നും അല്ല പറയുന്നെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, പ്രകൃതം, പെരുമാറ്റ രീതികൾ, എപ്പോഴാണ് ഇദ്ദേഹത്തിന് ദേഷ്യം വരുന്നത്, എപ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത്, എപ്പോഴാണ് ദുഃഖം ഉണ്ടാകുന്നത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ എന്താണ്, എല്ലാം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒത്തിരി യാത്ര ചെയ്യുന്ന ആളാണ്. പുറത്ത് നോർത്തിലൊക്കെ സുവിശേഷ വേലയെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ ഭാര്യ കൃത്യമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കും. എന്താ അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം. കാരണം അദ്ദേഹത്തിന് അറിയാം എനിക്ക് ഇഷ്ടമുള്ള ആഹാരം എന്താണെന്ന്. എങ്ങനെ മനസ്സിലായി? കുറേ വർഷങ്ങൾ എൻ്റെ കൂടെ ജീവിച്ചും ഞങ്ങൾ സംസാരിച്ചും ഓരോ കാര്യങ്ങൾ ചെയ്തും ഒക്കെ ഒരുമിച്ച് അങ്ങനെ മുമ്പോട്ട് പോയപ്പോൾ മനസ്സിലായി എന്നുള്ളതാണ്. 25 വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ച ഒരു അപ്പച്ചനും അമ്മച്ചിയും ഒരു സഹോദരനും സഹോദരിയും അവരിങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഒരുമിച്ചിരുന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മച്ചി കാപ്പി ഉണ്ടായി കഴിഞ്ഞിട്ട് ഈ കാപ്പി എല്ലാ ദിവസവും ചൂടാറിച്ചാണ് അപ്പച്ചന് കൊണ്ട് കൊടുക്കുന്നത്. അമ്മച്ചിയും ചൂടാറിച്ച് കുടിക്കും. രണ്ടുപേരും ഇങ്ങനെ കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞു, ഒരു ചൂടുള്ള കാപ്പി കുടിക്കാനായിട്ട് കൊതിയാവുകയാണ് എന്ന്. അപ്പോൾ അമ്മച്ചി ചോദിച്ചു, അപ്പോൾ നിങ്ങൾക്ക് തണുത്ത കാപ്പിയല്ലേ ഇഷ്ടം? അപ്പോൾ പറഞ്ഞു, എൻ്റെ പറഞ്ഞ എനിക്ക് ചൂട് കാപ്പിയാണ് ഇഷ്ടം. നിൻ്റെ കൂടെ കൂടിയ പിന്നെയാണ് ഞാൻ തണുത്ത കാപ്പി കുടിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, അയ്യോ എൻ്റെ പൊന്നു മനുഷ്യ, ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് തണുത്ത കാപ്പിയാണ് ഇഷ്ടമെന്ന് വിചാരിച്ചാണ് ഞാനിത് ചൂടാറിച്ച് കൊണ്ട് തരുന്നത് എന്ന് പറഞ്ഞു. 25 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും അമ്മച്ചിക്ക് മനസ്സിലായില്ല അപ്പച്ചന് ചൂട് കാപ്പിയാണ് ഇഷ്ടമെന്നുള്ള കാര്യം. ചിലർ അങ്ങനെയാണ്. കാരണം പരസ്പരം മനസ്സിലാക്കാനായിട്ട് സമയമെടുക്കാറില്ല, താല്പര്യം കാണിക്കാറില്ല, അറിയാൻ ശ്രമിക്കാറില്ല. അറിയാൻ ശ്രമിച്ചാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, നിങ്ങളുടെ കൂടെ ദൈവം തരുന്ന, കൂട്ടായിട്ട് തരുന്ന ആളെ എങ്ങനെയുള്ള ഒരാളാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിന് നിങ്ങൾ സൈക്കോളജിക്കൽ തിയറി ഒന്നും വെച്ച് വിലയിരുത്താനൊന്നും പോകണ്ട കേട്ടോ. പേഴ്സണാലിറ്റി തിയറീസ് ഒന്നും വെച്ച് അധികം ഒത്തിരി വലിയ ജുഡീഷ്യലായിട്ടുള്ള ഇതൊന്നും വേണ്ട. ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ള എന്താണ്, ഇഷ്ടമല്ലാത്ത എന്താണ്, ഇദ്ദേഹത്തിൻ്റെ പ്രകൃതം എങ്ങനെയാണ്, ഇദ്ദേഹം തീരുമാനമെടുക്കുന്ന രീതി എങ്ങനെ. ചിലർക്ക് തീരുമാനമെടുക്കാനായിട്ട് കുറച്ച് സമയം വേണ്ടി വരും. ചിലരൊരു വാർത്ത കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആവും, ചിലർ അത്ര ഡിപ്രസ്ഡ് ആവില്ല. ഏത് തരത്തിലുള്ള ആളാണ് എൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത് അതനുസരിച്ച് വേണം നമുക്ക് കൂട്ടുകൂടാനായിട്ട്. സോ ഈ ഒരു ലീവിങ് ആൻഡ് ക്ലീവിങ് എന്ന് പറയുന്നത് മനസ്സിൽ സംഭവിക്കേണ്ടതാണ്. 2, ചേഞ്ച് യുവർ ബിഹേവിയർ. അതായത് നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ് എന്ന രീതി പെരുമാറാതിരിക്കുക. നമ്മുടെ ബിഹേവിയേഴ്സിന് മാറ്റങ്ങൾ വരണം, പെരുമാറ്റത്തിന് മാറ്റം വരണം, എങ്കിലേ ഫ്രണ്ട്ഷിപ്പ് നടക്കുകയുള്ളൂ. നമ്മുടെ കൂടെയുള്ള ആളെ കൂടി പരിഗണിക്കുന്ന ഒരു പെരുമാറ്റ രീതിയിലേക്ക് നമ്മൾ വരണം. ചിലർ വിവാഹം കഴിച്ചാൽ അവർ ഒറ്റയ്ക്കാണ്, ഒരു കിടക്കയിലേക്ക് കിടക്കുന്നത്, പക്ഷെ അവരൊറ്റയ്ക്ക് പോകുന്നു, ഒറ്റയ്ക്ക് ചിന്തിക്കുന്നു, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നു, മറ്റൊരാൾ കൂടെ ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇനിമേൽ 2 അല്ല 1 അത്രേ എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. കൂടെ കൂട്ടുക, പങ്കാളിയെ കൂടെ കൂട്ടാനായിട്ട് പഠിക്കണം. അപ്പോഴാണ് കൂട്ട് ശരിയാവുകയുള്ളൂ. സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് കൂട്ടിനും സമയം ആവശ്യമാണ്. ഇന്ന് ലോകത്തിലെ മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രശ്നം സമയമില്ല എന്നുള്ളതാണ്. ജോലിയുടെ തിരക്ക്, വീട്ടിലെ തിരക്ക്, പുറത്തെ തിരക്ക്, സഭയിലെ കാര്യങ്ങൾ, മറ്റ് ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ.
ഇതെല്ലാം കഴിഞ്ഞിട്ട് എവിടെയാണ് നമുക്ക് സമയം മനഃപൂർവ്വമായി കണ്ടെത്തണം. എഫേസ്യർ ലേഖനത്തിൽ പറയുന്ന പോലെ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ റെഡീമിങ് യുവർ ടൈം എന്നാണ്. സമയത്തെ വീണ്ടെടുക്കണം. ചിലർ പറയാറുണ്ട് സ്ക്വീസ് ഔട്ട് ദ ടൈം. സമയത്തെ കുറച്ച് ഞെക്കിപ്പിരിഞ്ഞ് മാറ്റി നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കണം. അപ്പോൾ സമയം കണ്ടെത്തണം, കൂട്ടുകൂടാൻ സമയം കണ്ടെത്തണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് യാദർശികമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല. രണ്ടുപേരും ഒരുമിച്ച് ഒരു മുറിയിൽ താമസിച്ചതുകൊണ്ട് കൂട്ടാവില്ല കേട്ടോ. രണ്ടുപേരും ഒരു മുറിയിൽ താമസിച്ചാൽ കൂട്ടാവില്ല. രണ്ടുപേര് തമ്മിൽ കൂടാനായിട്ട് സമയം കണ്ടെത്തണം. അവരൊരുമിച്ചിരിക്കുക, സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതിന് പ്രയോറിറ്റി എന്ന് പറയുന്നൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കൂട്ടുകൂടുന്ന വിഷയത്തിൽ നമ്മൾ കൊടുക്കുന്ന മുൻഗണനയുണ്ട്. എൻ്റെ ഭാര്യയോട് എനിക്ക് കൂട്ടുകൂടാൻ കുറച്ച് സമയം വേണം. എൻ്റെ ഭാര്യ വളരെ തിരക്കുള്ള ഒരാളാണ്. എഴുന്നേൽക്കുന്ന മുതൽ കിടക്കുന്നവരെ 24 hours പ്രവർത്തിക്കുന്ന ഒരു യന്ത്രമാണ് എൻ്റെ ഭാര്യ. പക്ഷേ ഞാൻ ചിന്തിച്ചത് എനിക്ക് ചിലപ്പോൾ കുറച്ച് ഫ്രീ ടൈം, ക്ലാസ് ചില ദിവസങ്ങളിൽ ചില ക്ലാസ്സുകൾ ക്യാൻസൽ ആകുമ്പോൾ ഞാൻ കുറച്ച് ഫ്രീ ആവും. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കും. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഇതൊന്നും സമയം വേർപെടുത്തി എടുക്കാൻ കഴിയുന്ന സമയമായിരിക്കില്ല. അദ്ദേഹം ഫുൾ ടൈം വർക്കാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, ഞാനൊരു കസേര എടുത്ത് അടുക്കളയിൽ പോയിരിക്കും. കാരണം എൻ്റെ ഭാര്യ അവിടെ നിന്ന് പണി നിർത്തി എൻ്റെ കൂടെ വന്നിരിക്കാനായിട്ട് എൻ്റെ ഭാര്യയ്ക്ക് ഒരു പക്ഷേ സമയം കിട്ടില്ല. അപ്പോൾ ഈ ഭാര്യയുടെ കൂടെ അടുത്ത് പോയിരിക്കും. ചിലപ്പോൾ ഞാൻ പാത്രം കഴുകി കൊടുക്കും, ചിലപ്പോൾ കറിക്ക് അരിഞ്ഞു കൊടുക്കും, ചിലപ്പോൾ തേങ്ങ അരിഞ്ഞു കൊടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു കൂടാനായിട്ടൊരു അവസരം ഒരു സമയം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഒരു യാത്ര പോകണം, ഒരു ക്ലാസ്സിന് പോവാണ്, ഭാര്യയ്ക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഞാൻ പറയുന്ന നമുക്ക് ഒരുമിച്ച് പോകാം, നമുക്ക് കാറിൽ അത്രയും ദൂരെങ്കിലും വർത്താനം പറഞ്ഞ് പോകാമല്ലോ. അപ്പം മനഃപൂർവ്വമായിട്ട് നമ്മൾ സമയം കണ്ടെത്തി അത് നമ്മുടെ ഒരു മുൻഗണനയായിട്ട് നമ്മൾ സ്വീകരിക്കണം. നമ്മുടെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ സ്വീകരിക്കണം. എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഈ പങ്കാളിയോട് കൂട്ടുകൂടണം, ഞങ്ങൾക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ള താല്പര്യം വരണം. സോ സ്പെൻഡ് ടൈം ടുഗദർ. ടുഗദർനെസ് ഈസ് ക്രിയേറ്റഡ്. ഞാൻ പറഞ്ഞല്ലോ, പ്രേ ടുഗദർ, വർക്ക് ടുഗദർ, ട്രാവൽ ടുഗദർ, പ്ലേ ടുഗദർ, അറ്റൻഡ് സ്പിരിച്വൽ മീറ്റിംഗ്സ് ടുഗദർ. ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് ജോലി ചെയ്യുക, ഒരുമിച്ച് വിനോദങ്ങളിൽ ഏർപ്പെടുക, ഒരുമിച്ച് യാത്ര ചെയ്യുക. ഈ ഒരുമിച്ച് ഇരിക്കുന്നതിലൂടെയാണ് ഈ കൂട്ടുണ്ടാവുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ദൈവത്തോടാണെങ്കിലും അതെ, മനുഷ്യനോടാണെങ്കിലും ആരുടെ കൂടെ നമ്മൾ ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നോ അവരോട് നമുക്ക് കൂട്ടുണ്ടാവും. അതുപോലെ തന്നെ ടുഗദർനെസ്സിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഷെയറിങ്, പങ്കുവയ്ക്കൽ. നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ തുറന്ന് പങ്കുവെക്കാനായിട്ടുള്ള ഒരാളാണ് നമ്മുടെ കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരൻ. ഈ പങ്കുവെക്കൽ നടന്നാൽ ബന്ധങ്ങൾ വളരും. പക്ഷെ പങ്കുവെക്കൽ നടന്നില്ലെങ്കിലോ ബന്ധങ്ങൾ യാന്ത്രികമായി മുമ്പോട്ട് പോകുമെന്നുള്ളത് ശരിയാണ്. എന്നാൽ നമ്മൾ ജോലി സ്ഥലത്തും നമ്മുടെ മറ്റ് കോളേജിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ പലരുമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട്. അപ്പോൾ വീട്ടിൽ പല കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ടാകുന്നതിൻ്റെ ഒരു കാരണം വീട്ടിൽ ഈ പങ്കുവെക്കൽ നടക്കുന്നില്ല. വീട്ടിൽ പങ്കുവെക്കാതെ വീർപ്പുമുട്ടിയിരിക്കുന്ന പലരും അവരുടെ ഹൃദയം തുറക്കുന്നത് കൂടെ ജോലി ചെയ്യുന്ന ആളുകളുടെ മുമ്പിലാണ്. അവിടെയാണ് പ്രശ്നങ്ങൾ തുറക്കുന്നത്. കാരണം ആരോട് നമ്മൾ ഹൃദയം തുറന്ന് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നോ അവരുമായി നമുക്കൊരു ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യും, അവരുമായി നമുക്കൊരു കൂട്ട് ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ടാണ് സാധാരണ യൂത്ത്സിൻ്റെ ക്ലാസ്സിലൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്, നിങ്ങളുടെ കൂടെ പഠിക്കുന്നവരും കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള വിഷയങ്ങളൊന്നും നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകരുത്. പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളുകളോട് ഷെയർ ചെയ്യാൻ പോകരുത്. ഷെയർ ചെയ്താൽ ആ വ്യക്തിയുമായി നിങ്ങൾക്കൊരു ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യും. അങ്ങനെയാണ് പലരും ഈ അറിയാതെ പ്രേമബന്ധങ്ങളിലും തെറ്റായ അഫെയറുകളിലും ഒക്കെ ചെന്ന്, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുകളിലും ബന്ധങ്ങളിലും ഒക്കെ ചെന്ന് ചാടുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ ഷെയറിങ് എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ നടക്കണം, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ നടക്കണം, അവർ തമ്മിൽ നടക്കണം. അത് നടത്താനായിട്ടുള്ള ഒരു ഓപ്പൺനെസ് നമുക്ക് ആവശ്യമാണ്. ചിലർ വളരെ റിസർവ്ഡാണ്, അവരധികം സംസാരിക്കില്ല. പക്ഷേ എത്ര സംസാരിക്കാത്ത ആളാണെങ്കിലും കുടുംബത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ സംസാരിച്ചിരിക്കണം. അങ്ങനെ ഒരു പങ്കുവെക്കൽ അവിടെ നടക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ കൂട്ടിനകത്താണ് ഏറ്റവും മനോഹരമായ കുടുംബജീവിതങ്ങൾ വരുന്നത്. കുടുംബജീവിതത്തിൻ്റെ സന്തോഷവും ഭംഗിയും എല്ലാം അവിടെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പങ്കുവെക്കേണ്ടത്? അതൊരു ചോദ്യമാണ്. എന്തൊക്കെയാണ് പങ്കുവെക്കേണ്ടത്? ഒരാളുടെ മനസ്സിലുള്ള പ്ലാനുകൾ, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ, താല്പര്യങ്ങൾ, അതുപോലെ ഭയങ്ങൾ പങ്കുവെക്കണം. എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്, നമ്മുടെ ആകുലതകൾ എന്തൊക്കെയാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം പങ്കുവെക്കണം. നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ വേദനകൾ, നമുക്ക് വേദനയെടുത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് മുറിവേറ്റ കാര്യങ്ങൾ പങ്കുവെക്കണം. മുറിവേറ്റെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ രണ്ട് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നമ്മളെ വിഷമിപ്പിച്ച വേദനിപ്പിച്ച കാര്യങ്ങൾ ഷെയർ ചെയ്യണം. അതൊരു കുറ്റപ്പെടുത്തലായിട്ടല്ല പറയേണ്ടത്, നമ്മുടെ വേദനകളായിട്ട് നമ്മൾ പങ്കുവെക്കണം. നമ്മുടെ നിരാശകൾ, നമുക്കുള്ള വസ്തുവകൾ പങ്കുവെക്കണം, ജോലി പങ്കുവെക്കണം, ഉത്തരവാദിത്വങ്ങൾ പങ്കുവെക്കണം. അത് വീട്ടിലുള്ള ജോലിയാണെങ്കിലും മക്കളെ വളർത്തുന്ന കാര്യമാണെങ്കിലും ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന കാര്യങ്ങളാണ്. ഇപ്പം പാത്രം കഴുകുന്നത്, വീട് വൃത്തിയാക്കുന്നത്, തുണി അലക്കുന്നത്, കുക്ക് ചെയ്യുന്നത്,
എല്ലാം സ്ത്രീകളുടെ ജോലിയാണ്. വീടിന് പുറത്ത് ജോലി ചെയ്യുന്ന കാര്യങ്ങൾ പുരുഷന്മാരാണ് സമ്പാദിച്ചു കൊണ്ടുവരുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇന്ന് കാലഘട്ടത്തിനനുസരിച്ച് കുറേ മാറ്റങ്ങൾ വന്നു. സ്ത്രീകൾ ജോലി ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ത്രീകൾക്ക് വീട്ടിലെ ജോലിയും പുറത്തെ ജോലിയും എല്ലാം കൂടെ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? വീട്ടിലെ ജോലി ഇപ്പം വീട് വൃത്തിയാക്കുന്നത് സ്ത്രീ തന്നെ ചെയ്യണമെന്ന് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടോ? എഴുതി വെച്ചിട്ടില്ല അല്ലേ? ഇപ്പോൾ പാചകം സ്ത്രീക്ക് മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് ബൈബിളിലുണ്ടോ? ഇല്ല അല്ലേ? യാക്കോബ് ഏശാവിനെ പറ്റിച്ചെങ്ങനെയാ? നല്ല ഒന്നാന്തരം പായസം ഉണ്ടാക്കിയിട്ടാണ്. ഹി യൂസ് ടു കുക്ക്. എനിക്ക് പാചകം വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ പാചകം ചെയ്യാറുണ്ട്. ചില ദിവസം ഞാൻ എൻ്റെ ഭാര്യയോട് പറയും ഞാൻ ഉണ്ടാക്കാമെന്ന് പറയും, അറിയും. അപ്പോൾ ഉണ്ടാക്കും. അപ്പോൾ എന്താ ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ നമ്മൾ വർക്ക് ഷെയർ ചെയ്യും. ചില ദിവസം ഞാൻ ഭാര്യയോട് പറയും, ഇന്ന് ഞാനും മോളും കൂടെ കൂടിയായിരിക്കും അടുക്കള ചെയ്യുന്നത്, നീ ലീവ് എടുത്തോ. ഒരു ദിവസം പുള്ളിക്കാരിക്ക് ലീവ് കൊടുക്കും. അപ്പോൾ അന്ന് വർക്ക് ഞങ്ങൾ ഏറ്റെടുക്കും, ഞങ്ങൾ ചെയ്യും. അപ്പം ഇത് വീട്ടിനകത്തെ ജോലികളും ഏത് ജോലിയും, തുണി അലക്കണ കാര്യമാണെങ്കിലും ശരി. എൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് തുണി മടക്കി വയ്ക്കാമെന്ന്. തുണി അലക്കിയൊക്കെ ഇടും, ഉണങ്ങിയൊക്കെ വയ്ക്കും, പക്ഷെ മടക്കില്ല. മടക്കാൻ എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല, അദ്ദേഹത്തിനത് ചില ജോലികൾ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഇഷ്ടമല്ലാത്ത ജോലികളാണ്, എങ്കിലും ചെയ്യും ചിലപ്പോൾ. പക്ഷേ എനിക്ക് ആ കാര്യത്തിൽ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് മടക്കൽ മിക്കവാറും ഞാനാണ്. തുണി തേക്കാൻ എൻ്റെ ഭാര്യയ്ക്ക് താല്പര്യമില്ല, മിക്കവാറും തേക്കുന്നത് ഞാനാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും വീട്ടിൽ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും തുടയ്ക്കൽ എൻ്റെ ജോലിയാണ്, തറ തുടയ്ക്കൽ എൻ്റെ ജോലിയാണ്. അപ്പോൾ കുറേ ഭാഗങ്ങളും പുള്ളിക്കാരിയുടെ ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ അത് ചെയ്യും. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ഈ ജോലികൾ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തൊരു കുറവുമില്ല. നമ്മുടെ ഒരു സഹോദരൻ കല്യാണം കഴിക്കാൻ നേരത്ത് പ്രീ മാരേജ് കൗൺസിലിങ്ങിനെയും ഇതുപോലെയുള്ള ജോലികൾ പങ്കുവെക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഭാര്യയെ തുണി അലക്കാനും ഒക്കെ സഹായിക്കണം എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു സാറേ എന്നോടത് പറയണമെന്ന് പറഞ്ഞു. അതെന്നാണ്, ഞാനൊരു പെങ്കോന്തനാന്ന് ഞങ്ങളുടെ അയലക്കാർ വിചാരിക്കില്ലെന്നേ. അതൊക്കെ കഴിഞ്ഞ് 2 പിള്ളേരുമായി ഈ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോൾ ചോദിച്ചു, അപ്പോൾ പുള്ളി ചേട്ടാ അലക്കാൻ പഠിച്ചു. ഞാൻ പറഞ്ഞു, മോനെ നല്ല കാര്യം, നീ രക്ഷപ്പെടാന്ന് പറഞ്ഞു. അലക്കാൻ പഠിച്ചു. അപ്പോൾ പെങ്കോന്തൻ എന്നുള്ള വിളിയല്ല, എനിക്ക് എൻ്റെ ഭാര്യയോടുള്ള സ്നേഹമാണ് അലക്കി കൊടുക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അതാണ് ഈ ടുഗദർനെസ്സിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞത്. അങ്ങനെ കൂട്ടുകൂടും. പിന്നെ നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, ഇതൊന്നും നമ്മൾ പരിഗണിക്കില്ല. നമ്മുടെ ഭാര്യയും നമ്മളും തമ്മിലുള്ള കൂട്ടിൻ്റെ ഇടയ്ക്ക് വേറൊരാൾ വരേണ്ട ആവശ്യമില്ല. നമ്മുടെ ഭർത്താവും നമ്മൾ തമ്മിലുള്ള കൂട്ടിൻ്റെ ഇടയ്ക്ക് മൂന്നാമതൊരാൾ വന്നു കയറേണ്ട ആവശ്യമില്ല. നമ്മൾ ഉള്ളത് പങ്കുവെക്കുകയും കൂട്ടുകൂടി മുമ്പോട്ട് പോവുകയും ചെയ്യുക. ഞാൻ അടുത്തതായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു കേസ് സ്റ്റഡിയാണ് വയ്ക്കുന്നത്. ഈ കേസ് സ്റ്റഡി ഇത് ശരിക്കും വായിക്കുക. ജോണും ജെസ്സിയും 5 വർഷങ്ങളായി വിവാഹ ജീവിതം നയിക്കുന്നു. ജോൺ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്യുന്ന കഠിനാധ്വാനിയായ ഒരു വ്യക്തിയാണ്. ഒരു നല്ല വീട് വെച്ചു, കാറ് വാങ്ങി, ഒന്നിനും കുറവില്ല. ജെസ്സി ഒരു നേഴ്സാണ്. ജോലിയുടെ തിരക്കിനിടയിൽ ജോൺ ജെസ്സിയുമായി സംസാരിക്കാനോ രോഗിയായ ജെസ്സിയുടെ പിതാവിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ വിട്ടുപോകുന്നു. ഇതിങ്ങനെ കുറേ നാൾ മുമ്പോട്ട് പോകുന്നു. ഇതിനിടെ ജെസ്സി അതേ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറുമായി അടുപ്പത്തിലാവും. ഒഴിവു സമയങ്ങളിൽ അവർ ഒരുമിച്ച് ക്യാൻറ്റീനിൽ പോകുന്നു, കോഫി കുടിക്കുന്നു, സംസാരിക്കുന്നു. ജെസ്സിയുടെ പിതാവിൻ്റെ രോഗകാര്യങ്ങളിലും ഡോക്ടർ സഹായിക്കുന്നു. ദിവസങ്ങൾ മുന്നോട്ട് പോകുന്തോറും ജെസ്സിയുടെ ഹൃദയം ജോണിൽ നിന്നും അകലുന്നു. വിവാഹമോചനത്തിന് ജെസ്സി ആഗ്രഹിക്കുന്നു. വിവരമറിയുന്ന ജോൺ ആകെ തകർന്നു പോകുന്നു. ജോണിനൊന്നും മനസ്സിലാകുന്നില്ല. ജെസ്സിയെ നന്ദിയില്ലാത്തവളെന്നും സ്നേഹമില്ലാത്തവളെന്നും ജോൺ കുറ്റപ്പെടുത്തുന്നു. ഇതാണ് കേസ്. എന്താണ് ഇവിടുത്തെ പ്രോബ്ലം? ജോണിൻ്റെ ഭാഗത്തു നിന്നുള്ള പോരായ്ക എന്താണ്? ജെസ്സിയുടെ പ്രശ്നങ്ങൾ എന്താണ്? ഇതിന് പരിഹാരം എന്താണ്? ഈ ഒരു കേസ് എന്താണ് ഇവരുടെ കുടുംബത്തിൽ സംഭവിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. 2 വ്യക്തികളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരുടെ പ്രത്യേകതകൾ, അവരുടെ പെരുമാറ്റ രീതികൾ, മനോഭാവങ്ങൾ, ദൈവജനത്തിൻ്റെ പ്രമാണങ്ങൾ എവിടെയൊക്കെയാണ് ലംഘിക്കപ്പെടുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ വിശകലനം ചെയ്യുക. എന്നിട്ട് ജോണിനും ജെസ്സിക്കും നിങ്ങൾ എന്ത് കൗൺസിലിംഗ് കൊടുക്കും? ഏത് കുടുംബജീവിതത്തിലും പ്രശ്നങ്ങൾ തുടങ്ങുന്നതിലോ നിലനിർത്തുന്നതിലോ 2 പേർക്കും എന്തെങ്കിലുമൊക്കെ റോള് കാണും കേട്ടോ. ഒരാളുടെ റോള് തന്നെയല്ല ഒരു പ്രശ്നത്തിൻ്റെയും പുറകിൽ. പ്രശ്നങ്ങളുടെ തുടക്കം ഒരുപക്ഷെ ഒരാളായിരിക്കാം, പക്ഷെ ആ പ്രശ്നം നിലനിൽക്കുന്നുണ്ടെങ്കിൽ 2 പേർക്കും അതിനകത്ത് റോളുണ്ടാവും. ഇമോഷണൽ വീക്ക്നെസ്. അപ്പോൾ അതൊരു വീക്ക്നെസ് അല്ല, സ്ത്രീകളുടെ പ്രത്യേകതയാണ്, നീഡാണ്. അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ തബലയാണ്, അല്ല അബലയും തബലയുമായ സ്ത്രീകളാണ് എന്ന് പറയാറുണ്ട് നമ്മൾ. ഇവരുടെ പ്രത്യേകതയാണോ? ദൈവം അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇമോഷണാലിറ്റി കൂടുതലുള്ളവരായിട്ടാണ്. സോ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ദെയർ വീക്ക്നെസ്. അത് അവരുടെ പ്രത്യേകതയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കുടുംബജീവിതത്തിൽ സൂക്ഷിക്കണം. ഈ ഫ്രണ്ട്ഷിപ്പിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇമോഷണൽ ഇൻറ്റിമസി എന്നുള്ളത്. ഒരുമിച്ച് ഇമോഷണൽ ഇൻറ്റിമസി. സോ ഇമോഷണൽ ഇൻറ്റിമസി ഉള്ള വ്യക്തികൾ തമ്മിലുള്ള കുടുംബജീവിതം 70% ഓവറോൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്നാണ് കണക്കുകൾ പറയുന്നത്. ഫിസിക്കൽ ഇൻറ്റിമസിയേക്കാൾ ആവശ്യം
രണ്ടു പേർക്ക് ഇമോഷണൽ ഇൻറ്റിമസിയാണ് കുടുംബജീവിതത്തിൽ. ഫിസിക്കൽ ഇൻറ്റിമസി അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്നാണ് ഇമോഷണൽ ഇൻറ്റിമസി. ഇമോഷണൽ ഇൻറ്റിമസിയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? റെക്കഗ്നിഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് അവർ ഓൺ ഫീലിങ്സ്. എൻ്റെ തന്നെ വികാരങ്ങൾ, എൻ്റെ തന്നെ ഉള്ളിൽ കടന്നു പോകുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. 2, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അതേഴ്സ് ഫീലിങ്സ്, അതേഴ്സ് ഇമോഷൻസ്. അതതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. എൻ്റെ കൂടെ കൂട്ടുകൂടാനായിട്ട് ദൈവം തന്നിരിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെയാണ്, ഇതും മനസ്സിലാക്കാനായിട്ട് നമ്മൾ തുറന്ന മനസ്സുള്ളവരായിരിക്കണം. നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകളും നമ്മുടെ വികാരങ്ങളും ഇതും മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെയാണ് ഇത് എക്സ്പ്രസ് ചെയ്യണം. നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണം. വെർബൽ ആൻഡ് നോൺ വെർബൽ എക്സ്പ്രഷൻ. എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് റെഗുലേറ്റഡ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം. നമുക്കിപ്പോൾ ഇഷ്ടക്കേടുണ്ടായി കഴിഞ്ഞാൽ അത് എക്സ്പ്രസ് ചെയ്യണം അല്ലേ? എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? ഒരു പാത്രം എടുത്ത് ഒറ്റ ഏറാണ് പട്ടാം. ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എക്സ്പ്രഷൻ. വേറൊരു എക്സ്പ്രഷൻ എങ്ങനെയാണ്? 2 ഒച്ച എടുക്കാം. വേറെന്താണ്? ഭാര്യനെ വിളിച്ചിട്ട് പറയാം, നീ ആ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, എനിക്കത് വല്ലാത്ത വിഷമം ഉണ്ടാക്കി. എന്ത് മനസ്സിലായി ഭാര്യയ്ക്ക്? ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലായി, എനിക്കത് വിഷമം ഉണ്ടാക്കിയെന്ന് മനസ്സിലായി. അതുപോലെ നമ്മുടെ ഉദ്ദേശം എന്താ? ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പോരെ. അതിന് പാത്രം തല്ലി പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ എല്ലാം പ്ലാസ്റ്റിക് പാത്രങ്ങളുള്ളൂ. അപ്പോൾ എന്താണെന്ന് പറയുമ്പോൾ എൻ്റെ പൊന്ന് സഹോദര, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ മടുത്തു. ചില്ലിൻ്റെ ഗ്ലാസ് ജില്ലിൻ്റെ പ്ലേറ്റും ഒക്കെ 2 ദിവസത്തേക്ക് കൂടെ ലാസ്റ്റ് ചെയ്യില്ല. അവിടെ എല്ലാം പ്ലാസ്റ്റിക് ആക്കി, കുഴപ്പമില്ല. എടുത്തെറിയും, ഭിത്തിയിലടിക്കും, തിരിച്ച് അതുപോലെ തന്നെ വരും, കുഴപ്പമില്ലല്ലോ. സോ ഇമോഷണൽ ഇൻറ്റിമസി എന്ന് പറയുന്നത് ട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അന്യോന്യം ട്രസ്റ്റ് ചെയ്യുക. ആ ഒരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തുറന്ന് ആശയവിനിമയം ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യാൻ, ഞാൻ എൻ്റെ ഭാര്യയെ പൂർണ്ണമായി വിശ്വസിക്കണം, എൻ്റെ ഭാര്യ എന്നെ വിശ്വസിക്കണം, എങ്കിലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഒരു ദിവസം എന്നോട് ചോദിച്ചു, അച്ഛനിപ്പോൾ എന്നെ ആലോചിച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിച്ചു. ഞാനൊരു പെങ്കച്ചിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് എന്ത് പറയും? ഒന്നുമില്ലടി എന്ന് പറയണോ? അത് ഞാനൊരു സ്ത്രീയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞാനൊരു പെണ്ണിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കറിയാം, ഞാനത് പറഞ്ഞാൽ എൻ്റെ ഭാര്യ അതിനെ നല്ല സെൻസിൽ എടുക്കും എന്നെനിക്കറിയാം. ആണുങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളൊക്കെയാണ് ഏകദേശം ഒരു ധാരണ എൻ്റെ ഭാര്യയ്ക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ചിന്തകളൊക്കെ വരും, അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ ഞാൻ പറയും ഇടയ്ക്ക്. അപ്പോൾ സോ ദർ ഈസ് എ മ്യൂച്വൽ ട്രസ്റ്റ്. ഈ ട്രസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക്, ഞാനിത് പറഞ്ഞത് വളരെ ഇൻറ്റിമേറ്റ്, വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമായിരിക്കും കേട്ടോ. ഒരുപക്ഷെ നിങ്ങൾക്കൊന്നും ഇങ്ങനെ ഒരു വിഷയം ഒരിക്കലും ഫേസ് ചെയ്യേണ്ട വരുന്ന ഒരു ചോദ്യം ഇങ്ങനെ ഉണ്ടായെന്ന് വരില്ല. നിങ്ങളിപ്പോൾ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഭാര്യ ചിലപ്പോൾ ചോദിച്ചൊന്നും വരുമൊന്നുമില്ല. എന്നോട് എൻ്റെ ഭാര്യ ചോദിച്ചു, ഞാൻ ചിന്തിച്ച കാര്യം എന്താണെന്ന് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് നമ്മുടെ ഇൻറ്റിമേറ്റുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യണമെങ്കിൽ ഒരു ബേസിക് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഷെയർ ചെയ്യാവൂ. ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഞാൻ എൻ്റെ ഫസ്റ്റ് നൈറ്റിൽ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇതുവരെ എൻ്റെ ജീവിതത്തിൽ എത്ര പെണ്ണുങ്ങളുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നുള്ള മുഴുവൻ ഞാൻ ഇവരോട് പറഞ്ഞു കേൾപ്പിച്ചു. പിന്നെ എന്താ പ്രശ്നം? ഇവള് പറയുന്നില്ലെന്നേ. അപ്പോൾ ഈ ചേട്ടത്തി പാവ എൻ്റെ മുമ്പിൽ, നല്ല പ്രായമുണ്ട്, 15 വയസ്സുണ്ട്. ഈ ചേട്ടത്തി, എൻ്റെ പൊന്ന് സാറേ എനിക്കങ്ങനെ ഇല്ല പറയാൻ, പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്നാ ചോദിക്കുന്നത്. പുള്ളി സമ്മതിക്കില്ല, നിനക്കുണ്ടെന്നേ, നീ പറഞ്ഞേ പറ്റുമോ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. പറയുന്ന സത്യം പറയാവുള്ളൂ, എല്ലാ സത്യങ്ങളും പറയേണ്ട ആവശ്യമില്ല നമ്മൾ പറയാറില്ലേ. സൂക്ഷിച്ച് സംസാരിക്കുക. അപ്പോൾ ട്രസ്റ്റ് വേണം. അതുപോലെ ഡീപ്പ് ഇമോഷണൽ ഇൻറ്റിമസി ഈസ് വെൻ വി ഫീൽ വോളി അക്സെപ്റ്റഡ്, റെസ്പെക്റ്റഡ് ആൻഡ് അഡ്മയർഡ്. ഞാൻ എൻ്റെ ഭയങ്ങൾ, എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് എന്നോടുള്ള ബഹുമാനം നഷ്ടപ്പെടും എന്നുള്ള പേടിയുണ്ടെങ്കിൽ ഞാൻ പറയില്ല. ഞാനത് തുറന്നു പറഞ്ഞാൽ എൻ്റെ ഭർത്താവിന് എന്നോടുള്ള സ്നേഹം പോകും എന്നൊരു തോന്നലുണ്ടായാൽ ഒരു സ്ത്രീയും പറയില്ല. സോ ഇമോഷണൽ ഇൻറ്റിമസി ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഒരു പേടിയില്ല. ഞാൻ എന്ത് പറഞ്ഞു, എൻ്റെ എന്ത് ഫീലിങ്സ് ആണെങ്കിലും, എൻ്റെ എന്ത് പ്രശ്നമാണെങ്കിലും അത് പറഞ്ഞാലും എന്നെ വീണ്ടും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം എൻ്റെ ഭർത്താവ് അല്ലെ എൻ്റെ ഭാര്യ. അപ്പോൾ ഇത് നിങ്ങൾ മാനസികമായിട്ട് ഒരുങ്ങേണ്ട ഒരു കാര്യമാണ്. കാരണം നോ ബഡി ഈസ് പെർഫെക്റ്റ്. പാപം നമ്മളിൽ വരുത്തി വെച്ചിരിക്കുന്ന പരിക്കുകൾ എന്ന് പറഞ്ഞാൽ വളരെ ഭയാനകമാണ്. അതുകൊണ്ട് എൻ്റെ പങ്കാളിയുടെ ജീവിതത്തിൽ സംഭവിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്ത് തരത്തിലുള്ള ചിന്തയും കടന്നു പോകാം, ഏത് തരത്തിലുള്ള ബലഹീനതകളും ഉണ്ടാകാം. അത് തുറന്നു പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഷോക്കും വിഷമമൊക്കെ ഉണ്ടായിരുന്നില്ല, പക്ഷേ വി ഹാവ് ടു ടേക്ക് ഇറ്റ്. അത് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് കഴിയണം. അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഏത് തെറ്റിനെയും സമ്മതിച്ചു കൊടുക്കുക എന്നുള്ളതല്ല, അതിന് ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് കഴിയണം. ആ ഫീലിങ്സ് ഉൾക്കൊള്ളാൻ കഴിയണം. അവരെ വീണ്ടും റെസ്പെക്റ്റ് ചെയ്യാനും സ്നേഹിക്കാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ട ആവശ്യമുണ്ട്. ഫ്രണ്ട്ഷിപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലവ്, കെയർ ആൻഡ് പ്ലീസിങ് ഈച്ച് അതർ. സ്നേഹം, കരുതൽ, അതുപോലെ പരസ്പരം പ്രസാദിപ്പിക്കുക എന്നത്. എഫേസ്യ ലേഖനം 5:25-29, 1 കൊരിന്ത്യർ 7:34 ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. എന്താണ് ഈ പ്ലീസിങ് ഈച്ച് അതർ? സ്നേഹത്തെക്കുറിച്ചൊക്കെ, കെയറിങ്ങിനെ കുറിച്ച് നമുക്കറിയാം. പ്ലീസിങ് ഈച്ച് അതർ എന്താണ്? എങ്ങനെയാണ് ഒരാളെ പ്ലീസ് ചെയ്യാൻ പറ്റുന്നത്? ദൈവത്തെ നമുക്ക് എങ്ങനെയാണ് പ്രസാദിപ്പിക്കാൻ പറ്റുന്നത്? ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലേ? അതുപോലെ തന്നെയാണ് ഒരു ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാം? ഭർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക.
അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് ചെയ്തു കൊടുക്കുക. ചോദിക്കാതെ തന്നെ ചെയ്തു കൊടുക്കുക. ഭാര്യയുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, ഭാര്യയുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്, അത് മനസ്സിലാക്കി ചെയ്തു കൊടുക്കുക. ഇവിടെ ഈ നീഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്. സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ് നീഡ് ഡിഫറൻസ്. പുരുഷൻ്റെ ആവശ്യങ്ങളല്ല സ്ത്രീയുടെ ആവശ്യങ്ങൾ. സ്ത്രീയുടെ ആവശ്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്, പുരുഷൻ്റേത് വ്യത്യസ്തമാണ്. വില്ലാർഡ് ഹാർലി എന്ന് പറയുന്ന അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഹിസ് നീഡ്സ് ആൻഡ് ഹെർ നീഡ്സ്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ നെറ്റിൽ അതിൻ്റെ ആർട്ടിക്കിൾസ് കിട്ടും. നിർബന്ധമായിട്ട് നിങ്ങൾ വായിക്കുന്ന നല്ലതാണ്. എന്താണ് എൻ്റെ ഭാര്യയുടെ ആവശ്യം, അദ്ദേഹത്തിൻ്റെ ടോപ്പ് 5 നീഡ്സ് എന്താണ്, എൻ്റെ ഭർത്താവിൻ്റെ ടോപ്പ് 5 നീഡ്സ് എന്താണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. അത് മനസ്സിലാക്കുക, പ്ലീസ് ചെയ്യാനായിട്ട് വളരെ ആവശ്യമാണ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് എനി റിലേഷൻഷിപ്പ്. ഏത് ബന്ധമാണെങ്കിലും ആശയവിനിമയം വളരെ പ്രധാനപ്പെട്ടതാണ്. വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും വാക്കുകൾ കൊണ്ട് തന്നെ വേണമെന്നില്ല. നമ്മളൊന്ന് കയ്യിൽ പിടിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ്, നമ്മളൊന്ന് ചേർത്ത് പിടിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ്, പുറത്തുനിന്ന് തട്ടുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ്, നെറ്റിയിലൊന്ന് തലോടുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ്റെ നോൺ വെർബൽ വശങ്ങളുണ്ട്. സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കണം, അല്ല പ്രകടിപ്പിക്കേണ്ട കാര്യങ്ങൾ പ്രകടിപ്പിക്കണം. ഓപ്പൺനെസ്, സംസാരത്തിൽ ഓപ്പണായിരിക്കുക. നമ്മുടെ ഇമോഷൻസ്, എക്സ്പീരിയൻസ് ഇതെല്ലാം ഷെയർ ചെയ്യണം. ഈ പല കുടുംബങ്ങളിലും ഭാര്യയും ഭർത്താവും തമ്മിൽ മിണ്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മിണ്ടുന്നുണ്ട്. എന്താ മിണ്ടുന്നത്? ബ്രേക്ക്ഫാസ്റ്റിന് എന്നാ അടിയുന്ന? പുട്ടും കടലയാണ്. എടുത്തു വെച്ചു കേട്ടോ, വരുവാ, പിന്നെ ഞാൻ പോവാ, ഓക്കെ പോയി. ഇന്ന് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരണോ? പച്ചക്കറി വാങ്ങിച്ചോണ്ട് വരണം. പിള്ളേർ വന്നോ? പോവാ. ഇതാണോ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആശയവിനിമയം? ഇത്രയേ ഉള്ളൂ പല കുടുംബങ്ങളിലും. ഇതൊന്നും ആശയവിനിമയമല്ല. ആശയവിനിമയം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഷെയറിംഗ് ആണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ആശയങ്ങൾ, നമ്മുടെ പ്ലാനുകൾ, സ്വപ്നങ്ങൾ, വിഷമങ്ങൾ, നമ്മുടെ ഭയങ്ങൾ എല്ലാം പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. ദെൻ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലിസണിങ് സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. പ്രത്യേകിച്ച് ആൺകുട്ടികൾ ഡെവലപ്പ് ചെയ്യണം. കാരണം പെൺകുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞാൽ ദേ വിൽ ബി ഡിസ്ക്രിപ്റ്റീവ് ഇൻ ദെയർ ടോക്സ്. ഇവർ വളരെ വിശദമായിട്ട് കാര്യങ്ങൾ പറയും, വികാരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവർ വിശദീകരിച്ച കാര്യങ്ങൾ പറയുള്ളൂ. നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റർ ഓഫ് ഫാക്ട്സ് മാത്രം കേട്ടാൽ മതി, പോയിന്റ് 1 2 3 ഇത്രയും മതി നമുക്ക്. പക്ഷേ ഇവർ അങ്ങനെയല്ല, ഇവർ കുറച്ച് വിശദമായിട്ട് പറയും. പക്ഷേ ഈ മാറ്റർ ഓഫ് ദി ഫാക്ട്സ് അതിനപ്പുറത്തേക്ക് സംഭാഷണം നേടുമ്പോൾ നമുക്ക് ബോറടിക്കും. അത് പാടില്ല. വി മസ്റ്റ് ബി ക്യൂരിയസ് ടു ലിസൺ ടു അവർ പാർട്ട്ണർ. അവർ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരിക്കണം. എന്താ ഇവർ പറയുന്നത്? ഈ പറയുന്നതിൻ്റെ ഫാക്റ്റുകൾ മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, അതിലൂടെ അവർ എക്സ്പ്രസ് ചെയ്യുന്ന അവരുടെ ഇമോഷൻസും നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അവിടെയാണ് നമ്മുടെ വിജയം. അതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ചിലപ്പോൾ എനിക്ക് തലവേദനയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല എന്നാണ്. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് വൊക്കാബുലറി. എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഷീ നീഡ്സ് അവർ അറ്റൻഷൻ. അല്ലാതെ മരുന്ന് വേണമെന്നല്ല. നമ്മൾ പാരസെറ്റമോൾ എടുത്തുകൊണ്ട് ചെല്ലും, അതല്ല വേണ്ടത്. എന്താണ് വിമൻസ് ലാംഗ്വേജ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അവരുടെ ഇമോഷണൽ ലാംഗ്വേജ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നീട് ഈ കമ്മ്യൂണിക്കേഷനിൽ വരുന്നൊരു കാര്യമാണ് ഫ്രണ്ട്ഷിപ്പിൽ വരുന്നൊരു കാര്യമാണ്. രണ്ടുപേര് തമ്മിൽ കൂട്ടുകൂടുന്നത് കൊണ്ട് പരസ്പരം ശക്തിപ്പെടുത്തണം, പരസ്പരം ബലപ്പെടുത്തണം, വളർത്തണം. ഇങ്ങനെ വളർച്ചയെക്കുറിച്ച് വീണ്ടും നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഹസ്ബൻഡ് എന്ത് ചെയ്യണം? ദൈവം തന്നിരിക്കുന്ന റോള്, ആ റോളിലേക്ക് വളരാനും ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും പങ്കാളിയെ ബലപ്പെടുത്തണം. അപ്പോൾ എൻ്റെ ജോലിയാണ് എൻ്റെ ഭാര്യയെ നല്ലൊരു അമ്മയായി, നല്ലൊരു സഹോദരിയായി തീർക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയുള്ള സപ്പോർട്ടാണ് ഞാൻ എൻ്റെ കൂട്ടിലൂടെ ചെയ്തു കൊടുക്കേണ്ടത്. കൂട്ടുകൂടിയിട്ട് പങ്കാളി വളരുന്നില്ലെങ്കിൽ നമ്മുടെ കൂട്ടിനൊരു പ്രശ്നമാണ്. എംപവറിങ് നടക്കണം. എൻ്റെ ഭാര്യയുടെ ബലഹീനതകൾ കുറഞ്ഞു വരണം, എൻ്റെ ബലഹീനതകൾ കുറഞ്ഞു വരണം. അവിടെയാണ് കൂട്ടിൻ്റെ മെച്ചം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമുക്കറിയാമല്ലോ, സ്കൂളിലും കോളേജിലൊക്കെ നമ്മൾ പഠിക്കാനായിട്ട് അല്പം പ്രയാസമുള്ളവർ പഠിക്കുന്ന ഏതെങ്കിലും കുട്ടിയായിട്ട് കൂട്ടുകൂടി പഠിക്കുന്ന കാര്യങ്ങൾ, മനസ്സിലാകാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുമെന്ന് സംഭവിക്കും. പഠിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ആൾ ക്രമേണ ആ ലെവലിലേക്ക് ഉയർന്നു വരും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് കൂട്ടുകൊള്ളുമ്പോൾ എൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ ഒരു എംപവറിങ് നടക്കണം, എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിലൊരു എംപവറിങ് നടക്കണം. സോ വി ഷുഡ് ബി എ ഹെൽപ്പർ ഇൻ ഓവർകമ്മിങ് അവർ പാർട്ട്നേഴ്സ് വീക്ക്നെസ്സസ്. ദാവീദിൻ്റെയും ശൗലിൻ്റെയും കാര്യത്തിൽ അതാണ്. അവൻ ദൈവത്തിൽ ധൈര്യപ്പെടുത്തിയെന്നാണ്. 1 ശമൂവേൽ 23:16 ദൈവത്തിൽ ധൈര്യപ്പെടുത്തി. രണ്ടാമത്, ബ്യൂട്ടി ഓഫ് മാരീഡ് ലൈഫിൽ സെക്ഷൽ ഇൻറ്റിമസിയെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. സെക്ഷൽ ഇൻറ്റിമസി ദൈവജനത്തിലെ അനേക വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ആശയമാണ്. അവരിരുവരും ഒന്നായി തീരും, ഒരു ദേഹമായി തീരുമെന്നൊക്കെ പറയുന്നിടത്ത് തുടങ്ങി അനേക വാക്യങ്ങളിൽ നമുക്കിത് കാണാൻ സാധിക്കും. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിലുള്ള ആശയം, സദൃശ്യവാക്യങ്ങൾ 5:18-19 സഭാപ്രസംഗി 9:9 1 കൊരിന്ത്യർ 7:2-4 വരെയുള്ള വാക്യങ്ങൾ, ഉത്തമഗീതം എന്ന് പറയുന്ന പുസ്തകത്തിൽ പല വേദഭാഗങ്ങളിലും ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
അപ്പോൾ ഇവിടെ ഈ സെക്ഷൽ ഇൻറ്റിമസിയെക്കുറിച്ച് പറയുമ്പോൾ ലോകത്തിലുള്ള ആളുകൾ ഈ ഏർപ്പെടുന്ന സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങളും വിശ്വാസികളുടെ കുടുംബജീവിതത്തിലെ സെക്ഷൽ ഇൻറ്റിമസിയും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർത്തുകൊള്ളുക. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇത് ഒരു ക്രിസ്ത്യൻ മാരിഡ് ലൈഫിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ഡിസൈൻ ആൻഡ് പർപ്പസ് ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അവർ ഏക ദേഹമായി തീരും എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു ഡിസൈൻ്റെ ഭാഗമാണ്, ഒരു പർപ്പസിൻ്റെ ഭാഗമാണ്. ദൈവവചനപ്രകാരമുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ ഭാര്യാഭർത്തൃ ബന്ധത്തിലെ സെക്സിനെ, ലൈംഗികതയെ നമ്മൾ നോക്കിക്കാണുമ്പോൾ അത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു ബന്ധത്തിനുള്ള മുഖാന്തരമാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇതിനൊരു ഫിസിക്കലായിട്ടുള്ളൊരു ആസ്പെക്റ്റ് മാത്രമല്ല ഉള്ളത്. ലോകത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് ഇതൊരു ഫിസിക്കൽ ആക്റ്റാണ്. പലപ്പോഴും എനിക്ക് ഒരല്പം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയാണ് സെക്സ് ചെയ്യുന്നത്. അതാണ് ഈ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സൊക്കെ ഉള്ളവരും മറ്റു പല വഴികളിലൂടെ സെക്ഷ്വൽ സാറ്റിസ്ഫാക്ഷൻ ശ്രമിക്കുന്നവരൊക്കെ ചെയ്യുന്നത് എന്താണ്? എൻ്റെ സുഖം, എൻ്റെ സന്തോഷം, അതാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് ഇതൊരു ഫിസിക്കൽ ആക്ട് അല്ല, ലെസ്റ്റ്ഫുൾ ഫിസിക്കൽ ആക്ട് അല്ല, ഒരു സെൽഫിഷ് ആക്ട് ഓഫ് പ്ലഷർ സീക്കിംഗ് അല്ല ക്രിസ്തീയ കുടുംബജീവിതത്തിലെ ലൈംഗികത എന്ന് പറയുന്നത്. ഇവിടെ പരസ്പരം കടപ്പാടുകളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന് ഒരു ഡീപ്പർ ലെവൽ ഓഫ് ഇൻറ്റിമസി ഉണ്ട്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കൂട്ടിൻ്റെ ഏറ്റവും ഡീപ്പറായിട്ടുള്ള ലെവലാണ് സെക്ഷൽ ഇൻറ്റിമസി എന്നുള്ളത്. അവർ ഇരുവരും ഒന്നായി തീരും എന്ന് പറയുന്ന അതിനകത്ത് അവിടെ ആദം ഹവ്വയെ അറിഞ്ഞു എന്നൊരു പ്രയോഗം പിന്നീട് അടുത്ത ഭാഗത്ത് വരുന്നത്. ആദം ഹവ്വയെ അറിഞ്ഞു. സോ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ പരസ്പരം അറിയുന്നതിൻ്റെ ഏറ്റവും ഡീപ്പായിട്ടുള്ള ഒരു ലെവലിലേക്ക് വരിക എന്ന് പറയുന്നതാണ് ഈ സെക്ഷൽ ഇൻറ്റിമസി എന്ന് പറയുന്നത്. ഇതൊരു മർമ്മമാണ് എന്ന് പൗലോസപ്പോസ്തലൻ എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇതിനൊരു സ്പിരിച്വൽ ലെവലിലേക്ക് അതിനെ ഉയർത്തുന്നുണ്ട്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു നിഴലാണ്. ക്രിസ്തുവും സഭയും തമ്മിൽ ഒരിക്കലും വേർപിരിയാത്ത തരത്തിലുള്ള വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ബന്ധം, ആ ബന്ധത്തിൻ്റെ നിഴലാണ് സ്ത്രീ പുരുഷ ബന്ധത്തിലെ സെക്ഷൽ ഇൻറ്റിമസി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ആസ്വാദനത്തിനും സന്തോഷത്തിനും വേണ്ടിയുള്ള ഒരു കാര്യം എന്നതിന് അപ്പുറത്തേക്ക് ഇത് നിങ്ങളുടെ ഇൻറ്റിമസിയെ, ബോണ്ടിങ്ങിനെ ഡെവലപ്പ് ചെയ്യുന്ന അത്യാവശ്യമായ ഒരു കാര്യമായിട്ട് കാണണം. എ ഹയർ ഡയമെൻഷൻ ഓഫ് കവനന്റ് റിലേഷൻഷിപ്പ്, അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. സോ തിമോത്തി കെല്ലർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം പറയുന്നത്, സെക്സ് ഈസ് പെർഹാപ്സ് ദ മോസ്റ്റ് പവർഫുൾ ഗോഡ് ക്രിയേറ്റഡ് വേ ടു ഹെൽപ്പ് യു ഗിവ് യുവർ എൻറ്റയർ സെൽഫ് ടു അനദർ ഹ്യൂമൻ ബീയിങ്. Sex is God's appointed way for two people to reciprocally say to one another, I belong completely and permanently and exclusively to you. ഞാൻ നിൻ്റേതാണ്, നീ എൻ്റേതാണ് എന്ന് പറയുന്ന ആ ഒരു കവനൻ്റൽ ബന്ധത്തിൻ്റെ ഏറ്റവും മനോഹരമായ എക്സ്പ്രഷനാണ് സെക്സ് എന്ന് പറയുന്നത്. ഇത് ചുമ്മാ ഒരു ഫിസിക്കൽ ആക്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. സോ we every time when a husband and wife enters into a sexual relationship, they are renewing their marriage covenant. അവരുടെ ഈ കവനൻ്റൽ റിലേഷൻഷിപ്പ് പുതുക്കുകയാണ് ചെയ്യുന്നത്. ഈ കവനൻ്റ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് പുതുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു മനോഭാവം നമുക്ക് ആവശ്യമാണ്. ക്രിസ്തു സഭയും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ നിഴല് എന്ന് പറയുന്ന ഒരു കാര്യവും കൂടെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം ഞാൻ പറയാം. പലപ്പോഴും സെക്ഷുവലി 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രണ്ട് കപ്പിൾസിനെ കണ്ടെത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മുടെ മനോഭാവം അനുസരിച്ചിരിക്കും. അതിന് സെക്സിനെ നമ്മൾ കാണുന്ന കാഴ്ചപ്പാടനുസരിച്ചിരിക്കും. ഞാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം എൻ്റെ സെക്ഷുവൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരു ശരിയായ കാഴ്ചപ്പാടാണെന്ന് തോന്നുന്നില്ല. പ്രായോഗികമായ ഒരു കാഴ്ചപ്പാടും ആയിരിക്കണമെന്നില്ല. എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന എപ്പോഴും നടക്കണമെന്നില്ല. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മുടെ പാർട്ട്ണർ അവൈലബിൾ അല്ലായിരിക്കാം, അല്ലെങ്കിൽ മെൻ്റലി പ്രിപ്പയർഡ് അല്ലായിരിക്കാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നിരാശപ്പെടുകയും ഫ്രസ്ട്രേറ്റഡ് ആകുകയും മറ്റു വഴികളെ നോക്കുകയും ചെയ്യേണ്ട ഒരാവശ്യത്തിലേക്ക് പോകരുത്, അങ്ങനൊരു ചിന്തയിലേക്ക് പോകരുത്. അപ്പോൾ ഇതൊരു കവനൻ്റൽ ബന്ധമാണെന്നുള്ളതും ദൈവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ലൈംഗിക ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനായിട്ട് വെച്ചിട്ടുള്ള ഒരേ ഒരു മാർഗം, ഒരേ ഒരു സ്പേസ് ഇതാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. കുടുംബത്തിന് പുറത്ത് അത് ഒരു വ്യക്തിയുമായിട്ടോ ഇനി മീഡിയാസിലെ പോണോഗ്രഫിയുടെ വഴിയിലോ നമുക്ക് സെക്ഷ്വൽ സാറ്റിസ്ഫാക്ഷൻ അത് കണ്ടെത്താനായിട്ടുള്ള വഴിയിലേക്ക് നീങ്ങരുത്. അത് നീങ്ങുന്നത് അപകടമാണ്, ദൈവത്തിൻ്റെ ഹിതത്തിന് പുറത്തുള്ള ഒരു കാര്യമാണ്. ഒരു കേസ് സ്റ്റഡി, ഈ കേസ് സ്റ്റഡി നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇവിടെ
പല കുടുംബജീവിതങ്ങളെയും തകർക്കുന്ന സംശയം എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇവിടെ ഡെവലപ്പ് ചെയ്യുകയാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിലെ കൗൺസിലിങ്ങിന് വരുന്ന കേസുകളിൽ കുറേ കേസുകൾ ഇതാണ് ഈ സംശയം. പാരനോയിയ എന്ന് ടെക്നിക്കലി അതിനെക്കുറിച്ച് കൗൺസിലേഴ്സ് പറയും. പാരനോയിഡ് പേഴ്സണാലിറ്റി അല്ല, പാരനോയിയ എന്ന് പറയും. പാരനോയിയ ഓഫ് ഇൻഫിഡിലിറ്റി എന്ന് പറയുന്ന ഒരു വകുപ്പിൽ വരും അത്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പങ്കാളിയെക്കുറിച്ചുള്ള സംശയം. പങ്കാളിയെക്കുറിച്ചുള്ള സംശയം എവിടെ നിന്നാണ് വരുന്നത്? പങ്കാളിയെക്കുറിച്ചുള്ള സംശയം വരുന്നത് ഒരു പ്രധാനപ്പെട്ട തലം പങ്കാളികൾ തമ്മിലുള്ള ലൈംഗിക ബന്ധം ശരിയായ രീതിയിൽ നടക്കാത്തപ്പോഴാണ്. അവർ തമ്മിൽ ശാരീരിക ബന്ധം പുലർത്തുവാനായിട്ട് കഴിയാതെ വരുന്നു, അകൽച്ച വരുന്നു. അകൽച്ച വന്നു കഴിയുമ്പോൾ ഇത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു രീതി നിങ്ങൾക്ക് വേറെ ആരോ ആയിട്ട് ബന്ധമുണ്ട് എന്ന് ആരോപിക്കുകയാണ്. അത് പിടിച്ചു വാങ്ങാനുള്ള ശ്രമമാണ്. നിനക്ക് വേറെ ആരോ ആയിട്ട് ബന്ധമാണ്, അല്ലെങ്കിൽ പിന്നെ എൻ്റെ അടുത്ത് വരാതിരിക്കും, ഇതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ പാറ്റേൺ ആണ്. മിക്കവാറും പ്രേമ വിവാഹങ്ങളെ സംബന്ധിച്ച് ഈ ഒരു പാരനോയി എന്ന് പറയുന്ന ഈ സംശയം ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെയധികം സാധ്യതകളുണ്ട്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒത്തിരി പ്രേമവിവാഹങ്ങളിൽ ഈ പ്രശ്നമുണ്ട്. കാരണം ഇവിടെ എന്നോട് ചെയ്തതെന്ത്, എൻ്റെ കൂടെ പണ്ട് ചെയ്തത് എന്തൊക്കെയാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇനിയും ഇവളും അല്ലെങ്കിൽ ഇയാളും ഇത് തന്നെ ചെയ്യും എന്നുള്ള ഒരു ചിന്തയായിരിക്കും മിക്കവാറും മനസ്സിലുള്ളത്. സോ സെക്ഷൽ ഇൻറ്റിമസിയാണ് ഇതിന് പരിഹാരം. ഇമോഷണൽ ഇൻറ്റിമസി, ദെൻ സെക്ഷൽ ഇൻറ്റിമസി. ഇതാണ് ഈ പ്രശ്നങ്ങൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട പരിഹാരം എന്ന് പറയുന്നത്. ഈ സെക്ഷൽ ഇൻറ്റിമസിയിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. മ്യൂച്വൽ അക്സെപ്റ്റൻസ് ആൻഡ് എൻജോയ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മ്യൂച്വൽ അക്സെപ്റ്റൻസ്, പരസ്പരം സ്വീകരിക്കുക, പരസ്പരം പൂർണ്ണമായി സ്വീകരിക്കുക. പൂർണ്ണമായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് തന്നു. ആ വ്യക്തിയുടെ എല്ലാ ആസ്പെക്ട്സ്, ശരീരത്തിൻ്റെ എല്ലാ പ്രത്യേകതകളും ഞാൻ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാകണം. വേഗത്തിലൊരു പ്രശ്നം പറയാം. കൗൺസിലിങ്ങിന് വന്ന ഒരു പുരുഷൻ പറയുകയാണ്, ഒരു സഹോദരൻ പറയുകയാണ്, ബ്രദറെ, ആദ്യത്തെ രാത്രിയിൽ തന്നെ എനിക്ക് ഇവളോട് ഇഷ്ടക്കേടായി. എന്താണ് കാര്യം? ഞാൻ വിചാരിച്ചു എന്തോ ഭയങ്കര കാര്യങ്ങൾ സംഭവിച്ചു. ഇല്ല, അവളുടെ കാലിൻ്റെ ഒരു വിരലിന് നീളം കുറവായിരുന്നു. റിയൽ കേസാണ്. അവളുടെ കാലിൻ്റെ ഒരു വിരലിന് നീളം കുറവായിരുന്നു. എൻ്റെ സ്വപ്നത്തിലുണ്ടായിരുന്ന കാല് ഇതല്ലായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ സ്വപ്നം കണ്ട കാലുമായിട്ട് കുടുംബജീവിതത്തിലേക്ക് വരാം. സ്വപ്നം കണ്ട കാലും കൈയൊക്കെ അവിടെ ഇരുന്നോട്ടെ. ദൈവം എനിക്ക് തന്ന പങ്കാളിയുടെ കൈയും കാലും മുഖവും മൂക്കും കണ്ണും ഇതൊക്കെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും പൂർണ്ണമായി സ്വീകരിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. പലർക്കും അവരവരുടെ ശരീരത്തെക്കുറിച്ചൊരു ഇൻഫീരിയർ ഫീലിങ്സ് ഉണ്ടാകും കേട്ടോ. പെൺകുട്ടികൾക്കുണ്ടാകും, ആൺകുട്ടികൾക്കുണ്ടാകും. ആ ഇൻഫീരിയർ ഫീലിങ്സ് മാറ്റിയെടുക്കേണ്ടത് നമ്മളാണ്. എൻ്റെ പങ്കാളിക്ക് ആ പങ്കാളിയുടെ ശരീരത്തെക്കുറിച്ചൊരു ഇൻഫീരിയർ ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കേണ്ടത് ഞാനാണ്. നമ്മൾ അഫേം ചെയ്യണം, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഐ ലവ് യു, എനിക്ക് ദൈവം എനിക്ക് തന്ന പങ്കാളിയായ നിൻ്റെ ശരീരം എനിക്കിഷ്ടമാണ്. സെക്സിലെ നമ്മുടെ എൻജോയ്മെൻ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഐ ലവ് യുവർ ബോഡി. ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും എനിക്കിഷ്ടമാണ്. അത് ആസ്വദിക്കാനായിട്ട് കഴിയണം. ഈ സഭാപ്രസംഗിയിൽ ഉത്തമഗീതത്തിൽ വായിച്ചു നോക്കിയാൽ 1:9 മുതൽ 17 വരെ, 2:1 മുതൽ 9 വരെ, 4:1 മുതൽ 16 വരെ, 7:2 മുതൽ 9 വരെ, ഈ ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പ്രിയനെ, നിന്റെ കണ്ണ്, നിന്റെ കഴുത്ത്, പ്രിയെ, നിന്റെ മുഖം, നിന്റെ ചുണ്ട്, നിന്റെ നാവ് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി വിവരണങ്ങളുണ്ട്. എന്താണിത്? ഈ മ്യൂച്വൽ അക്സെപ്റ്റൻസ് ആൻഡ് എൻജോയ്മെന്റ്. ഈ ശൂലേങ്കാരത്തി എന്ന് പറയുന്ന സ്ത്രീ ഒരു കറുത്ത പെൺകുട്ടിയായിരുന്നു. അവള് വെയിൽ കൊണ്ട് കരുവാളിച്ച ഒരു പെൺകുട്ടിയായിരുന്നു. പക്ഷെ ശലോമോൻ അവളെ വിവരിക്കുന്ന വിവരണം കേട്ട് കഴിഞ്ഞാൽ എന്ത് തോന്നും? ലോകത്തിലെ ഏറ്റവും മനോഹരിയായിട്ടുള്ള, ഏറ്റവും സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി അവളാണെന്ന് അവൾക്ക് തോന്നും. നുണ പറയുന്നതല്ല, അദ്ദേഹത്തിൻ്റെ കണ്ണിലാണ്. ബ്യൂട്ടി ലൈസ് ഇൻ ദ ബിഹോൾഡേഴ്സ് ഐസ് എന്നാണല്ലോ. എൻ്റെ കണ്ണിലാണ് സൗന്ദര്യം ഇരിക്കുന്നത്. സോ സൗന്ദര്യമുള്ളതായിട്ട് കാണാൻ ഞാൻ പഠിക്കണം. ദൈവം എനിക്ക് തന്ന പങ്കാളിയാണ് ഏറ്റവും സുന്ദരി, ദൈവം എനിക്ക് തന്ന പങ്കാളിയാണ് ഏറ്റവും സുന്ദരൻ. അല്ല എന്ന് പറയാൻ ആർക്ക് പറ്റും? എന്താണ് സൗന്ദര്യത്തിൻ്റെ ഡെഫിനിഷൻ? ഞാനൊരു കാര്യത്തെ ഇഷ്ടപ്പെട്ടാൽ അത് ഇഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് മ്യൂച്വൽ അക്സെപ്റ്റൻസ്, അക്സെപ്റ്റ് എ പേഴ്സൺ കംപ്ലീറ്റ്ലി. ഒരാളുടെ ജോലിയല്ല, ഒരാളുടെ മുഖത്തിൻ്റെ ഭംഗിയല്ല, ഡ്രസ്സിൻ്റെ ഭംഗിയല്ല, ആ വ്യക്തിയെ പൂർണ്ണമായി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും സെക്ഷൽ ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. സോ ഗുഡ് സെക്സ് ലൈഫ് വിൽ മേക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് മോർ കോൺഫിഡൻറ്റ് അബൌട്ട് വൺ സെൽഫ്, ഫീലിംഗ് ലവ് ആൻഡ് ബോണ്ടേജ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സോ ഇൻറ്റിമസി ആൻഡ് ബോണ്ടിങ്, ഈ സെക്ഷൽ ഇൻറ്റിമസിയിലൂടെ സംഭവിക്കുന്ന ഒരു ബോണ്ടിങ് ഉണ്ട്, ഒരു അടുപ്പം, ഒരു ഒരുമിച്ച് ചേരലുണ്ട്. ആ ഒരുമിച്ച് ചേരൽ സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ചില ഹോർമോൺസിൻ്റെ പ്രവർത്തനം കൊണ്ടുകൂടിയാണ്. ഇവിടെ ചില ഹോർമോൺസിൻ്റെ പേര് ഹാപ്പി ഹോർമോൺസ് എന്ന് പറഞ്ഞ ഹോർമോൺസ് ഉണ്ട്, ലവ് ഹോർമോൺസ് എന്നും കൂടെ അതിനെ പറയാറുണ്ട്. ഓക്സിടോക്സിൻ, ഡോപ്പമൈൻ, സെറട്ടോണിൻ എന്നൊക്കെ പറയുന്ന ചില ഹോർമോൺസ് ഉണ്ട്. ഈ ഹോർമോൺസ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്കൊരാളോട് ഇഷ്ടം തോന്നുന്നത്. ഒരു കുഞ്ഞിനെ മുലയൂട്ടുന്ന അമ്മ നിരന്തരമായിട്ട് ഈ കുഞ്ഞിനെ എടുത്ത് ചേർത്ത് പിടിക്കുകയും അവരുടെ സ്കിന്നുകൾ തമ്മിൽ സ്പർശിക്കുകയും ചെയ്യുമ്പോൾ അമ്മയും കുഞ്ഞുമായിട്ടൊരു ബോണ്ടിങ് ഉണ്ടാകും. അതാണ് ഈ അമ്മ മക്കൾ തമ്മിലുള്ള ബോണ്ടിങ്ങിൻ്റെ
അടിസ്ഥാനം എന്ന് പറയുന്നത്. ദ ടച്ച്, അമ്മയുടെ കൂടെ ചേർത്ത് പിടിച്ച് കിടക്കുന്നതും, അതാണ് അമ്മയുമായിട്ടുള്ള ബോണ്ടിങ് എന്ന് പറയുന്നത്. ചെറുപ്പത്തിലെ അമ്മയുടെ കൂടെ കിടക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് ഒരു മനുഷ്യനോടും അടുത്ത് ബന്ധപ്പെടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് അവർക്കുണ്ടാകും. കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഓക്സിറ്റോക്സിനും സെറട്ടോണിനും ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, എൻ്റെ ഭാര്യയുടെ ശരീരത്തിലും ഉണ്ട്. പക്ഷേ ഇത് ആക്റ്റീവ് ആക്കണം, അവിടെയാണ് പണി. ഇത് ആക്റ്റീവ് ആക്കണം, ഈ ഹോർമോൺസ് ഒന്ന് തുറന്നു വിടണം. ഇത് തുറന്നു വിടുന്നത് എങ്ങനെയാണ്? ഇത് തുറന്നു വിടുന്നത് ലവിങ് ആൻഡ് കെയറിങ് ടോക്ക്, സ്നേഹത്തോടെയും കരുതലോടും കൂടിയുള്ള സംസാരം. എക്സ്പ്രഷൻസ് ഓഫ് ലവ്, ഗ്രീക്ക് ഭാഷയിൽ സ്നേഹത്തെ കുറിക്കാനായിട്ട് 4 വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്: അഗാപ്പെ, ഫിലയോ, സ്റ്റോർഗെ ആൻഡ് ഈറോസ്. അഗാപ്പെ അൺകണ്ടീഷണൽ ലവ്. ഫിലയോനെ കുറിച്ച് പറയുന്നത് പ്രതികരണ സ്നേഹമാണ്, ഇങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ തിരിച്ച് അങ്ങോട്ട് സ്നേഹിക്കാൻ തോന്നുന്നൊരു സ്നേഹമാണ് എന്ന് പറയാറുണ്ട്, പൂർണ്ണമായിട്ടും ശരിയല്ലെങ്കിലും. അപ്പോൾ അങ്ങനെ ഒരു പ്രതികരണ സ്നേഹം, എൻ്റെ ഭർത്താവ് എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ, ഇങ്ങോട്ട് സ്നേഹത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ, ഇങ്ങോട്ട് സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ വരുമ്പോൾ, ഒന്ന് പോ മനുഷ്യ, ഇപ്പോൾ സ്നേഹം കൊണ്ട് പ്രേമം കൊണ്ട് വന്നേക്കുന്നു, വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ച് ഓടിച്ചു വിടരുത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു ദിവസം ഫാമിലി ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ സ്പർശനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ്സൊക്കെ എടുത്ത് വീട്ടിൽ ചെന്ന് ചേട്ടൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ചേട്ടത്തി അടുക്കളയിൽ കറി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി പുറകേക്കിടെ ഇങ്ങനെ പതുങ്ങി ചെന്നിട്ട് ഒറ്റ അടി വെച്ചു. പുള്ളിക്കാരി ആ തവി വെച്ചിട്ട് പറഞ്ഞു തിരിച്ച്. അപ്പോൾ പുള്ളി ഒന്ന് കിന്നരിക്കാനൊരു സമയം തക്കത്തി പ്രയോഗിച്ചതാണ്, പക്ഷേ പാളിപ്പോയി. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളുടെ അടുത്ത് വന്ന് ഈ കിന്നരിക്കാൻ വരുമ്പം ആ കിന്നാരത്തെ കണ്ടില്ല എന്നടിക്കരുത്. അപ്പോൾ അങ്ങനെയുള്ള ചില സുന്ദരമായ നിമിഷങ്ങളുണ്ട്. സ്റ്റോർഗെ എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളാണ്, എക്സ്പ്രഷൻസ് ഓഫ് ലവ് ആണ്. അവിടെ കയ്യിൽ ചേർത്ത് പിടിക്കലുണ്ട്, ആലിംഗനമുണ്ട്, ചുംബനങ്ങളുണ്ട്, തലോടലുകളുണ്ട്, മടിയിൽ കിടക്കുന്നതുണ്ട്, കിടത്തുന്നതുണ്ട്. ഇതന്നെ ഒത്തിരി പരിപാടികളുണ്ട്. അപ്പോൾ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ ആവശ്യമാണ്. പലരുടെയും പ്രശ്നം സ്നേഹം ഉള്ളിലുണ്ട്, പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. അപ്പോൾ പറയാം, എൻ്റെ ഉള്ളിൽ എൻ്റെ പൊന്നെ സാറേ അവളോട് ഭയങ്കര സ്നേഹമാണ്, പക്ഷേ പ്രകടിപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ അവിടെയാണ് പ്രശ്നം. സ്നേഹം പ്രകടിപ്പിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ദൈവം സ്നേഹമാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് സ്വർഗത്തിലിരുന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് സ്നേഹത്തിൻ്റെ പ്രകടനം, ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാകുമായിരുന്നോ? കാൽവരിയിലെ ക്രൂശിലേക്ക് കർത്താവായ യേശു ക്രിസ്തു താണിറങ്ങി വന്നതുകൊണ്ടാണ്, മരിച്ചതുകൊണ്ടാണ് നമുക്ക് മനസ്സിലായത് ഗോഡ് ലവ്സ് മീ. സോ എക്സ്പ്രഷൻസ് ഓഫ് ലവ് ഈസ് ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു എക്സ്പ്രസ് യുവർ ലവ്. വാക്കുകളിലൂടെയും സ്പർശനത്തിലൂടെയും എല്ലാം നിങ്ങളത് പ്രകടിപ്പിച്ച് തീരും. ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. ഇനി അപ്പം കാണുമോ അമ്മ കാണുമോ എന്നൊക്കെയുള്ള പേടി ഒക്കെ നിങ്ങൾക്കുണ്ടാവും. പ്രത്യേകിച്ച് നിങ്ങൾ മാതാപിതാക്കളുടെ കൂടെ താമസിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്നൊരു പ്രശ്നം ഇതാണ്: അപ്പനും അമ്മയും മറ്റുള്ളവരൊക്കെ എന്ത് വിചാരിച്ചാലും ഒന്നുമില്ല. എൻ്റെ അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് എനിക്ക് എൻ്റെ ഭാര്യയെ കയ്യെ പിടിക്കാൻ പാടില്ലേ? എനിക്ക് എൻ്റെ ഭാര്യയെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പാടില്ലേ? എൻ്റെ മക്കളുടെ മുമ്പിൽ വെച്ച് ഞാൻ എൻ്റെ ഭാര്യയുമായിട്ടൊന്ന് കെട്ടിപ്പിടിച്ചാൽ എന്താ കുഴപ്പം? ഇറ്റ് ഈസ് 1000 times better they see you fight each other. പക്ഷേ ആളുകൾ ഇത് സംഭവിക്കുന്നത് എന്താണ്? അപ്പനും അമ്മയും തമ്മിൽ അടി കൂടുന്ന മക്കൾ മുഴുവൻ കാണും, ഇവർ തമ്മിലുള്ള സ്നേഹമൊന്നും ഒരു മക്കളും കാണുന്നില്ല. ഞാൻ എൻ്റെ മക്കളുടെ മുമ്പിൽ വെച്ച് എൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിക്കാറുമുണ്ട്, ഉമ്മ കൊടുക്കാറുമുണ്ട്. ഇറ്റ്സ് നോട്ട് സെക്സ്. അതെപ്പോഴും എൻ്റെ ഭാര്യയെ ഞാൻ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്ന എപ്പോഴും സെക്സ് ആണോ? അല്ല. ഇറ്റ്സ് ആൻ എക്സ്പ്രഷൻ ഓഫ് മൈ ലവ്, അഫെക്ഷൻ ടുവേഴ്സ് ഹർ. അപ്പോൾ അതിൻ്റെ പിള്ളേർ കാണാറുണ്ട്, അവർ 3 പേരും വീട്ടിലുണ്ട്. അതിനകത്തൊരു പ്രശ്നം നമ്മൾ കാണുന്നില്ല. ചില അയ്യതേ അപ്പം കാണുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് കൗൺസിലിംഗ് എന്നൊരു പെങ്കൊച്ച് പറഞ്ഞു, ഈ ചേട്ടനോട് സ്നേഹമൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ചേട്ടൻ പുറകിക്കിടെ എൻ്റെ തോളത്തൊക്കെ പിടിച്ചിങ്ങനെ നിന്ന് എന്നോട് വർത്താനം പറയും, എൻ്റെ തലമുടിയിലേക്ക് തലോടും. അമ്മ എങ്ങാനും അതിൽ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ചാടി അങ്ങ് മാറുന്നു. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെയുള്ള ആമ്പിള്ളേരുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിങ്ങനെ ഇത് നിങ്ങൾ ലീഗലി സാങ്ഷൻഡാ വിഷയമാണ്. നിങ്ങളിത് വേറെ പണ്ടായിട്ട് പറഞ്ഞ പോലെ ചാടി എഴുന്നേറ്റ് കിടക്കുന്ന ഓടൊന്നും ചെയ്യേണ്ട, വാതിൽ തുറക്കണം വെച്ച് കേൾക്കുമ്പോൾ. ഇത് ദൈവം അംഗീകരിച്ചൊരു ബന്ധമാണ്, ഇതിനകത്ത് നാണമൊന്നുമില്ല. ഓക്കെ. സോ അടുത്തത് ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ബ്യൂട്ടി, കുടുംബജീവിതത്തിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അവിടെ രണ്ടുപേരും വളരുന്ന ആ വളർച്ചയാണ് അതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. കുടുംബജീവിതത്തിൽ നടക്കേണ്ട അതിപ്രധാനപ്പെട്ട മനോഹരമായ ഒരു കാര്യം ഭാര്യയും ഭർത്താവും വളരുക. പേഴ്സണാലിറ്റിയിൽ, അവരുടെ ക്യാരക്ടറിൽ, അവരുടെ ശുശ്രൂഷകളിൽ എല്ലാം വളരുക. സോ നമുക്കറിയാം, 2 വ്യക്തികൾ തമ്മിൽ സ്നേഹിച്ചാൽ അതിനൊരു പർപ്പസ് ഉണ്ട്. ദൈവം മനുഷ്യനെ സ്നേഹിച്ചപ്പോൾ അതിനൊരു പർപ്പസ് ഉണ്ട്. എന്താണ് പർപ്പസ്? കർത്താവായ യേശു ക്രിസ്തു എന്തിനാ സഭയെ സ്നേഹിച്ചത്? അവൻ തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് വേണ്ടിയാണ്. തന്നെ അവൾക്ക് വേണ്ടി കൊടുത്തു. അപ്പോൾ ദൈവം സഭയെ സ്നേഹിച്ചത് സഭയെ തേജസ്സുള്ളവളാക്കി നിർത്താൻ വേണ്ടിയാണ്, കറയും ചുളുക്കവും ഇല്ലാത്തവളാക്കി തീർക്കാൻ വേണ്ടിയാണ്, അവളുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. എവറി ഫ്രണ്ട്ഷിപ്പ്, എല്ലാ നല്ല കൂട്ടിനും ഒരു ലക്ഷ്യമുണ്ട്. ദർ ഈസ് എ പർപ്പസ്. ചുമ്മാ ഒരാളാണ് ചുമ്മാ കൂട്ടുകൂടിയിക്കുക, അങ്ങനെയല്ല. ഞാൻ ഒരാളോട് കൂട്ടുകൂടിയാൽ ആ വ്യക്തിക്ക് എന്നിൽ നിന്ന് നന്മയുണ്ടാകണം, ഗുണമുണ്ടാകണം. അപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ കൂടിയാൽ ചോദ്യം ഇതാണ്: ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയതുകൊണ്ട് ഈ പെങ്കൊച്ചിന് എന്ത് ഗുണമുണ്ടായി, എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടായോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതേ ഉള്ളതും കൂടെ കളഞ്ഞോ? പണ്ട് സൈമൺ സാർ പാടിയല്ലേ,
സൈമൺ സാറ് പാടിയൊരു പാട്ടുണ്ട്, ഹാ കലങ്ങൾക്കിടയിൽ നീ ആകുലയായി കിടന്നാലും നാഗനാഥൻ കടാക്ഷിക്കും എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ട് അല്ലേ. എന്താ സംഭവം എന്നറിയാമോ? സൈമൺ സാർ ഇങ്ങനെ സുവിശേഷ വേലയായിട്ട് ഇങ്ങനെ പോകുന്ന ആളാണ്. ഭാര്യയുടെ കാര്യവും ശ്രദ്ധിക്കാറൊന്നുമില്ല. ഇദ്ദേഹം പലപ്പോഴും വീട്ടിലേക്ക് ശിഷ്യന്മാരൊക്കെ ആയിട്ട് വന്നു കയറുമ്പോൾ ഈ സഹോദരിക്ക് ഉടുക്കാൻ നല്ല തുണി പോലും ഉണ്ടാവില്ല. പുള്ളിക്കാരി കലങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഒരു സമയത്താണ്. ആ കലങ്ങൾക്കിടയിൽ നീ ആകുലയായി കിടന്നാലും നാഗനാഥൻ കടാക്ഷിക്കും. നാഗനാഥൻ കടാക്ഷിച്ചോട്ടെ, പക്ഷേ നമ്മൾ കടാക്ഷിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നോക്കാൻ. ഈ വ്യക്തി, എൻ്റെ കൂടെ വ്യക്തി നന്നായോ? ആരോഗ്യം, അദ്ദേഹത്തിൻ്റെ ഗ്രൂമിങ്, അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി, സ്വഭാവം, എല്ലാ ആത്മീയ കാര്യങ്ങൾ സ്പിരിച്വലി വളരുന്നുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതിനെന്ത് വേണം? ഇതിന് ആവശ്യമെന്ന് പറയുന്നാൽ നമുക്കൊരു പർപ്പസ് വേണം. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ കൂടുന്ന വ്യക്തിയെ വളർത്തണം എന്നുള്ള വലിയ ഉത്തരവാദിത്വം കൂടിയാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ആത്മീകമായി അവരെ മെച്ചപ്പെടുത്തണം, ദൈവത്തിന് പ്രയോജനമുള്ളവരാക്കി തീർക്കണം. അതാണ് റോമർ 15:1-2 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാരനെ നന്മയ്ക്കായിട്ട് ആത്മീക വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണമെന്നാണ്. പ്രസാദിപ്പിക്കണം എന്നുള്ളത് ശരിയാണ്, പക്ഷേ ആ പ്രസാദിപ്പിക്കുന്നതിൻ്റെ ഒക്കെ പുറകിലുള്ള ലക്ഷ്യം എന്താ? ആത്മീക വർധനയായിരിക്കണം. ഗ്രോത്ത് സംഭവിക്കേണ്ട പല മേഖലകളുണ്ട്. വിശുദ്ധിയിൽ വളർത്തണം. കുടുംബജീവിതത്തിലെ ലൈംഗികതയുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം വിശുദ്ധ ജീവിതത്തിലുള്ള വളർച്ചയാണ്, ദുർനടപ്പ് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ കൂടെ കൂടിയതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ പങ്കാളിക്ക് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവളുടെ ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റാൻ മറ്റൊരു വഴിക്ക് പോകേണ്ട ആവശ്യമില്ല, ഉണ്ടാകരുത്. പൊട്ടൻഷ്യൽസ്, കഴിവുകൾ, ഭാര്യയുടെ കഴിവുകൾ നമ്മൾ മനസ്സിലാക്കണം, ഭർത്താവിൻ്റെ കഴിവുകൾ മനസ്സിലാക്കണം. ആ കഴിവുകളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കണം, പ്രയോജനപ്പെടുത്താൻ സാധിക്കണം. എനിക്ക് അവസരങ്ങൾ ഉണ്ടാക്കണം, പുതിയ സ്കിൽസ് പഠിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കണം. തുണി അലക്കുക, ഭക്ഷണം പാചകം ചെയ്യുക, വീട് വൃത്തിയാക്കുക, പിള്ളേരെ നോക്കുക. ഇത് മാത്രമാണ് ഭാര്യയുടെ കഴിവുകൾ അല്ലെങ്കിൽ കഴിവ് തെളിയിക്കേണ്ട മേഖല എന്ന് നമ്മൾ ചിന്തിക്കരുത്. വേറെ ഇഷ്ടംപോലെ കഴിവുകൾ ഉണ്ട്, സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഉണ്ട്, നാച്ചുറൽ ടാലൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. മിനിസ്ട്രിയിൽ ദൈവം തന്നിട്ടുള്ള കൃപാവരങ്ങൾക്കനുസരിച്ച് ഭാര്യ വളരണം, ഭർത്താവ് വളരണം. വളർത്താനായിട്ടുള്ള ശ്രദ്ധ നമുക്ക് ആവശ്യമാണ്. അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഗ്രൂമിങ്, അപ്പിയറൻസ്, ഡ്രസ്, എക്സെട്ര. ചില കുടുംബങ്ങളിൽ ചെന്ന് നോക്കിയാൽ ഭർത്താവ് നല്ല കുട്ടപ്പനായിട്ടാണ് എപ്പോഴും നടക്കുന്നത്, എന്നാൽ ആ സഹോദരിക്ക് നല്ല ഉടുപ്പുമില്ല, ഒന്നുമില്ല. അത് ശ്രദ്ധിക്കാറില്ല. ചില കുടുംബങ്ങളിൽ നേരെ തിരിച്ചാണ്. സഹോദരിമാർ നല്ല ഉടുപ്പൊക്കെ ഇട്ട് ഭംഗിയായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തെടുക്കും. ഈ ചേട്ടനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ വേലക്കാരനാന്ന് തോന്നും. ആ മനുഷ്യന് നല്ല ഉടുപ്പൊന്നും. അത് നിങ്ങൾ വേണം സൂക്ഷിക്കാനാണ്. നിങ്ങളുടെ ഭർത്താവിന് നല്ല ഉടുപ്പുണ്ടായിരിക്കണം എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ഭാര്യയ്ക്ക് നല്ല ഉടുപ്പുണ്ടായിരിക്കണം എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇവിടെ ഒന്നും സെൽഫിഷ്നെസ് പാടില്ല. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഗ്രോത്ത് വെറുതെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഗ്രോത്ത് ഹാർഡ് വർക്ക്, കമ്മിറ്റ്മെന്റ് ആൻഡ് പേഷ്യൻസ്, ഈ 3 കാര്യങ്ങൾ കൊണ്ടേ സാധിക്കുകയുള്ളൂ. ഹാർഡ് വർക്ക്, കമ്മിറ്റ്മെന്റ് ആൻഡ് പേഷ്യൻസ്. ഇപ്പൊ ഇൻസ്റ്റന്റുകളുടെ കാലമാണല്ലോ, എല്ലാം പെട്ടെന്ന് നടക്കണം. ഏത് കാര്യം നമ്മൾ ആവശ്യപ്പെട്ടാലും പെട്ടെന്ന് നടക്കണം. ഫുഡ് ഇൻസ്റ്റന്റ് ആണ്, ഇൻസ്റ്റന്റ് മണി, എല്ലാം ഇൻസ്റ്റന്റ് ആണ്. അപ്പോൾ ആ സമയത്ത് എവിടെയാണ് എൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം കണ്ട് ഇതൊന്ന് മാറ്റിയെടുക്കണം അല്ലെങ്കിൽ വളർത്തണം. ഈ വളർത്താനായിട്ട് 1, 2, 3 എന്ന് പറഞ്ഞാൽ നടക്കുകയൊന്നുമില്ല. ചിലപ്പോൾ മാസങ്ങളും വർഷങ്ങളും വേണ്ടി വരും. പക്ഷെ പ്രശ്നം എന്താണെന്ന്, വി ഡോണ്ട് ഹാവ് പേഷ്യൻസ്, നമുക്ക് ക്ഷമയില്ല. ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയിലെ കുടുംബ പ്രശ്നങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒരു കാരണം ഈ ക്ഷമയില്ലായ്മയാണ്. കൗൺസിലിംഗ് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴേ ആൾ വ്യത്യാസപ്പെട്ടോളണം. ഇത്രയും ഉപദേശം കൊടുത്തല്ലേ സാർ എന്താ ഗുണമുള്ളത്? ഒരു മാറ്റമില്ല. വെയിറ്റ്, എത്ര ദിവസമായി? ഒരാഴ്ച കഴിഞ്ഞില്ലേ കൗൺസിലിംഗ് കഴിഞ്ഞിട്ട്? ഒരാഴ്ച കഴിഞ്ഞു, ചിലപ്പോൾ 1 മാസം എടുക്കും, ചിലപ്പോൾ 1 വർഷം എടുക്കും. വെയിറ്റ് പേഷ്യൻ്റ്ലി. മാറ്റങ്ങൾ വരുത്താനായിട്ട് നമുക്ക് അത്ര എളുപ്പമല്ല അല്ലേ? മാറ്റങ്ങൾ സമയമെടുക്കും, അതിന് മനഃപൂർവ്വമായ ശ്രമം വേണം. അതുപോലെ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാരേജ് ഈസ് ആൻ അൺകണ്ടീഷണൽ കമ്മിറ്റ്മെൻറ്റ് ടു ആൻ ഇൻകംപ്ലീറ്റ് പേഴ്സൺ. എന്ത് പ്രശ്നം സംഭവിച്ചാലും ശരി, ഞാൻ പിന്മാറുന്ന വിഷയമല്ല. ദൈവം എന്നെ ഏൽപ്പിച്ച ഈ കുടുംബത്തെ വളർത്തി കൊണ്ടു നടക്കും. അതിനുവേണ്ടി ഹാർഡ് വർക്ക്, അതിനുവേണ്ടി സാക്രിഫൈസ് എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. സോ ദാറ്റ് ഈസ് ദ കമ്മിറ്റ്മെൻറ്റ്. ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഭാര്യ ഭർത്താവ്, നമ്മൾ ആദ്യം ചിന്തിച്ച കേസ്, ഫസ്റ്റ് കേസ് സ്റ്റഡിയിൽ അതൊരു സിനിമയുടെ ഭാഗമാണ്. ഫയർ പ്രൂഫ് എന്ന് പറയുന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ കാണേണ്ട ഒരു സിനിമയാണ് ഫയർ പ്രൂഫ്. അതിനകത്ത് കേലബ് എന്ന് പറയുന്ന ഒരു നായകൻ, അദ്ദേഹത്തിൻ്റെ കേസാണ് ഞാൻ അവതരിപ്പിച്ചത്. ഇവർ തമ്മിൽ അകലുന്നു, ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഈ മനുഷ്യൻ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണെങ്കിലും രക്ഷിക്കപ്പെടാത്ത ഒരാളായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പിതാവ് നല്ലൊരു വിശ്വാസിയാണ്. ഇദ്ദേഹം ഈ മകൻ്റെ കുടുംബ പ്രശ്നത്തിൽ ഇടപെടുകയും ഇവനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൗൺസിൽ ചെയ്ത് കൊണ്ടുനടക്കുകയും ചെയ്യുന്നു. ഇദ്ദേഹം സുവിശേഷം പറഞ്ഞ് ഇവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഇദ്ദേഹത്തിന് അതിനു മുമ്പ് തന്നെ കുടുംബജീവിതത്തെ മെച്ചപ്പെടുത്താനായിട്ടുള്ള ഈ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരു എക്സസൈസ് കൊടുത്തുവിടുന്നു. 40 ദിവസത്തെ ഒരു ഹോംവർക്കാണ് കൊടുത്തത്. 40 ദിവസം ഈ ഭാര്യയോട് അൺകണ്ടീഷണലായിട്ട് സ്നേഹം, കെയർ ഒക്കെ കൊടുക്കുക.
അങ്ങനെ ഈ കേലബ് എന്ന് പറയുന്ന ഇദ്ദേഹം കൊടുക്കുന്നു, പക്ഷെ അവൾക്കൊരു മാറ്റവും വരുന്നില്ല. ഇദ്ദേഹം നിരാശനാകുന്നു, വീണ്ടും അപ്പനെ ഉത്സാഹിപ്പിക്കുന്നു, അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവസാനം ഇദ്ദേഹം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ അടുത്ത് പോയി ഭാര്യയോട് ക്ഷമ ചോദിക്കുന്ന ഒരു രംഗം. ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇദ്ദേഹം തുറന്നു പറയുകയാണ്. തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ ഭാര്യ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഡയറി കണ്ടിരുന്നു, ആ ഡയറിയിൽ നിങ്ങൾ ഓരോ ദിവസം ശ്രമിക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു എന്ന് പറയുകയാണ്. ഇവൾക്ക് അറിയാമായിരുന്നു ഇദ്ദേഹം മനഃപൂർവ്വം ശ്രമിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ ശ്രമിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ശ്രമിക്കുകയായിരുന്നു, ഞാൻ മനഃപൂർവ്വമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ തെറ്റുകളെ തിരുത്താനായിട്ട്. അപ്പോൾ അവൾ ചോദ്യം ചോദിക്കുന്നുണ്ട്, എത്ര ദിവസം ചെയ്യാനാണ് പറഞ്ഞിരുന്നത്? 40 ദിവസം. ഇന്ന് എത്രാമത്തെ ദിവസമാണ്? 43 ദിവസമായി. വൈ യു കണ്ടിന്യൂ? 40 ദിവസം കൊണ്ട് നിർത്തി പോകേണ്ട ആളല്ലേ, എന്തുകൊണ്ട് നിങ്ങൾ തുടർന്നു? അവിടെയാണ് കമ്മിറ്റ്മെന്റ്. 40 ദിവസം കാത്തിരുന്നു, ഭാര്യയ്ക്ക് വ്യത്യാസം വരുമെന്ന് ഓർത്ത്. വ്യത്യാസം വന്നില്ല. ഹി കുഡ് ഹാവ് ക്വിറ്റ്, ബട്ട് ഹി കണ്ടിന്യൂ. കാരണം കുടുംബം നേടണം, കുടുംബത്തെ നേടണം, എൻ്റെ ഭാര്യയെ നേടണം, എൻ്റെ ഭർത്താവിനെ നേടണം എന്നുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ടൈം ബൗണ്ട് അല്ല. ഒരു സമയം വെച്ചിട്ടൊന്നും നമുക്ക് നന്നാക്കി എടുക്കാം. 2 ആഴ്ച സമയം തരുന്നു നന്നായിക്കൊള്ളണം എന്ന് പറയാനായിട്ടൊന്നും പറ്റുന്നില്ല. ഇറ്റ് ടേക്ക് സംടൈംസ് ഇയേഴ്സ്. പക്ഷെ അവിടെയാണ് നമ്മുടെ വിജയം. ഇപ്പോൾ ഗ്രോത്ത് എന്ന് പറയുന്നത് സംഭവിച്ചേ പറ്റൂ. അതിനായിട്ട് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പ്രോബ്ലം സോൾവിങ്. ഗ്രോത്ത് എന്ന് പറയുന്നത് സംഭവിക്കുന്നത് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നതിലൂടെയാണ്. പ്രശ്നങ്ങളെ കുറിച്ചുള്ള മനോഭാവം എന്തായിരിക്കണം? കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ള ഗ്യാരണ്ടി. പ്രശ്നങ്ങളെക്കുറിച്ചുള്ള മനോഭാവം എന്തായിരിക്കണം? കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ള ഗ്യാരണ്ടി ഇരുമ്പേട്ടൻ തന്നു അല്ലേ? പക്ഷേ ഞാൻ നമ്മൾ പറയാം, എവറി പ്രോബ്ലം ഹാസ് ടു ബി സോൾവ്. പ്രശ്നങ്ങളോടുള്ള നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കണം? പ്രോബ്ലം വന്നാൽ എന്ത് ചെയ്യണം? ഐ ഹാവ് ടു സോൾവ് ഇറ്റ്, നോട്ട് ഐ, വി ഹാവ് ടു സോൾവ് ഇറ്റ്. നമ്മുടെ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ കണക്കിന് ചോദ്യം ഇട്ട് വരും അല്ലേ? എന്തിനാ ചോദ്യം ഇട്ട് വരുന്നത്? ഈ ചോദ്യം കണ്ട വഴി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയാണോ? പലരും അങ്ങനെ ചെയ്യുന്നത്. പ്രശ്നം വന്നു കഴിഞ്ഞാൽ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോകും. അത് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ കണക്ക് പഠിക്കണമെങ്കിൽ, ജീവിതത്തിൽ വളരണമെങ്കിൽ ആ കണക്ക് ചെയ്തെങ്കിലേ പറ്റൂ. നമുക്കറിയാൻ വയ്യാത്ത കണക്കുകൾ നമ്മൾ എന്ത് ചെയ്യും? ഗൈഡിൽ നോക്കി ചെയ്യാൻ പഠിക്കും, ഇപ്പോൾ യൂട്യൂബ് വീഡിയോ നോക്കി ചെയ്യാൻ പഠിക്കും, അല്ലെങ്കിൽ അറിയാവുന്ന ആരുടെങ്കിലും ചോദിച്ച് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കും. ഐ കാൻ ബി ട്രൈ ഇറ്റ് ഇൻ ഫാമിലി ലൈഫ്. കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ദേ വിൽ കം ഇൻ മെനി ഷേപ്സ് ആൻഡ് സൈസ് ആൻഡ് കളേഴ്സ്. ഞാനിവിടെ കുറച്ച് പ്രശ്നങ്ങളുടെ ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. നിങ്ങളത് കണ്ട് പേടിച്ചൊന്നും പോകണ്ട. ഇമോഷണൽ പ്രോബ്ലം, പേഴ്സണാലിറ്റി പ്രോബ്ലം, ക്യാരക്ടർ പ്രോബ്ലം, ഇൻലോസ് പ്രോബ്ലം, അഡ്ജസ്റ്റ്മെന്റൽ പ്രോബ്ലം, സ്പിരിച്വൽ പ്രോബ്ലം, ഫിനാൻഷ്യൽ പ്രോബ്ലം, പ്രോബ്ലംസ് ഡ്യൂ ടു ഇഗ്നറൻസ്, ബിഹേവിയറൽ പ്രോബ്ലം, മെന്റൽ ഡിസോർഡേഴ്സ്. നിങ്ങൾ അധികം പേടിപ്പിക്കാതിരിക്കാൻ ലിസ്റ്റ് ഷോർട്ടൺ ചെയ്തതാണ്. ഒരു വലിയ ലിസ്റ്റ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ. ഇതെല്ലാം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വരണമെന്നില്ല കേട്ടോ. പക്ഷേ ഇതിൽ ഏതെങ്കിലുമൊക്കെ വരാം. ഇനി ഏതെങ്കിലുമൊക്കെ ഫോമിൽ വരാം. ഡിഗ്രി കൂടിയും കുറഞ്ഞു വരിക്കാം. എന്തെങ്കിലുമൊക്കെ ബിഹേവിയറൽ പ്രോബ്ലം കാണും, എന്തെങ്കിലുമൊക്കെ ഇമോഷണൽ പ്രോബ്ലം കാണും, മറ്റു പേരൻസിന്റെ ഇടപെടൽ കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ്, ചെറിയ പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും. അതിന്റെ ഇന്റൻസിറ്റി ചിലപ്പോൾ ചില വിഷയത്തിൽ, ചില ഏരിയാസിൽ കൂടുതലായിരിക്കാം. ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ, ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു ക്രിസ്തീയ കുടുംബത്തെ സംബന്ധിച്ച് അതിന് പരിഹാരമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ആശ്വാസം. അതുകൊണ്ട് പ്രശ്നമുണ്ട് എന്ന് വിചാരിച്ച് ഇട്ടേച്ച് പോകാനുള്ള പരിപാടി അല്ല കുടുംബം. ഇനി ഒരു കാര്യം പറയാം, പ്രശ്നങ്ങൾ കൂട്ടിവെച്ച് വഷളാക്കരുത്. ഇന്ന് ഒത്തിരി കുടുംബങ്ങളിൽ സംഭവിക്കുന്നത്, ഞങ്ങൾ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ പ്രത്യേകം പറയാറുണ്ട്, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടായാൽ ഞങ്ങളെ വിളിക്കുകയോ കൗൺസിൽ എടുക്കുകയോ ചെയ്യണമെന്ന് പറയാറുണ്ട്. പക്ഷേ മിക്കവാറും ആരും അത് ചെയ്യാറില്ല. പിന്നെ എപ്പോഴാണെന്നറിയോ? സർവ്വ പിടിയും വിട്ട് സർവ്വ പരിപാടിയും പയറ്റി, ഇടിയും തൊഴിയും ചവിട്ടും ഉൾപ്പെടെയുള്ള സകല പരിപാടികളും പയറ്റി കഴിഞ്ഞ് പരാജയപ്പെടുമ്പോൾ, ബ്രദറെ അത്രയും പേര് എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? വെന്റിലേറ്ററിൽ കയറ്റാൻ പാകത്തിനാണ് ആശുപത്രി കൊണ്ട് തരുന്നത്. പനി വരുമ്പോൾ തന്നെ കൊണ്ടുപോയി മരുന്ന് വാങ്ങിച്ചാൽ എന്താ കുഴപ്പം? അതല്ലേ വേണ്ടത്. അതുകൊണ്ട് ലക്ഷണങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോഴേ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ ഹൗ ടു സോൾവ് ഇറ്റ്, ഹൗ ടു ഹാൻഡിൽ ഇറ്റ്, പ്ലീസ് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ സൗകര്യമാരില്ലേ നമുക്ക്? യു വിൽ ഗെറ്റ് ഹെൽപ്പ്. പരിചയമില്ലാത്ത ഒരു മേഖലയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ അറിവില്ലായ്മയും ഒക്കെ ഉണ്ടാകും. ഇപ്പോൾ പ്രശ്നങ്ങൾ വന്നാൽ പരിഹരിക്കണം. നമ്മുടെ ഒരു ഐഫോൺ കേടായി പോയി കഴിഞ്ഞാൽ നമ്മൾ വെച്ച് കൊടുക്കുമോ? 1,00,000 രൂപയുടെ ഒരു ഐഫോണാണ്, കേടുപറ്റി, എന്ത് ചെയ്യും? ഇത് എവിടെ നന്നാക്കുമെന്ന് വിചാരിച്ച് നമ്മൾ കണ്ടുപിടിച്ച് നന്നാക്കി നമ്മൾ എടുക്കും, റിപ്പയർ ചെയ്ത് എടുക്കൂലേ? വിലയുള്ള സാധനങ്ങളാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് നഷ്ടപ്പെടുത്തി കളയില്ല, അത് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കും. കുടുംബജീവിതത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ദൈവത്തിന് മുമ്പാകെ വളരെ പ്രഷ്യസാണ്. ഇതൊന്നും കേടായി ചെറിയൊരു പ്രശ്നം പറ്റി വലിച്ചെറിഞ്ഞിട്ട് പോകാനുള്ള സംവിധാനമല്ല. അതുകൊണ്ട് നിങ്ങൾ വളരെ ഗൗരവത്തോടെ ഈ വിഷയങ്ങൾ കാണണം. ഫാമിലി പ്രോബ്ലംസ് ആർ ടു ബി സോൾവ്ഡ് ആൻഡ് വി ക്യാൻ സോൾവ്. ഇനി ഒന്നോടെ പറയാം, ഇത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് സ്പിരിച്വൽ വെപ്പൺസ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം. പ്രശ്നപരിഹാരത്തിന് പല ക്രിസ്തീയ കുടുംബങ്ങളിൽ ഉപയോഗിക്കുന്ന വെപ്പൺസ് ജഡത്തിൻ്റെ ആയുധങ്ങളാണ്. ജഡത്തിൻ്റെ ആയുധങ്ങൾ കൊണ്ട് ഒരു മനുഷ്യനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ, നന്നാക്കി എടുക്കാനും പറ്റില്ല. അതൊക്കെ പോലീസ് സ്റ്റേഷനിലൊക്കെ നടക്കും. പക്ഷേ കുടുംബജീവിതത്തിൽ അതൊന്നുമല്ല. ആത്മാവിൻ്റെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേണം, സ്പിരിച്വൽ വെപ്പൺസ് ഉപയോഗിച്ചുകൊണ്ട് വേണം. പല കുടുംബ പ്രശ്നങ്ങളിലും കൗൺസിലിംഗ് വരുമ്പം വിശ്വാസികളാണെങ്കിൽ ചോദിക്കാറുണ്ട്, സഹോദരി
ഈ വിഷയം ഓർത്ത് ഒരു ദിവസമെങ്കിലും ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല സഹോദരൻ. ബിഫോർ ടേക്ക് കൗൺസിലിംഗ് ഗോ ആൻഡ് ഡു ദാറ്റ്. ഭർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, അവൾ ശരിയല്ല, ഓക്കെ സഹോദര, നിങ്ങൾ ഈ വിഷയം ഓർത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ദാറ്റ് ഷോസ് ഹൗ സീരിയസ്ലി യു ടേക്ക് ഫാമിലി, അല്ലേ? ദൈവം മുമ്പാകെ ഈ വിഷയം മുട്ടയിൽ നിന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് കർത്താവെ നീ ഇടപെടണം, സഹായിക്കണം, കൃപ വേണം എന്ന് പറയാതെ എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്? യു ഹാവ് ടു ലേൺ ഇറ്റ്. അതുകൊണ്ടാണ് ഈ ആത്മീക പക്വത കുടുംബജീവിതത്തിൻ്റെ വിജയത്തിന് വളരെ ആവശ്യമാണ് എന്ന് വരുന്നത്. അതുകൊണ്ട് ആത്മീകമായിട്ട് വളർന്നില്ലെങ്കിൽ നിങ്ങൾ കുടുംബജീവിതത്തിൽ പരാജയപ്പെടുന്നു. ആത്മീകമായിട്ട് വളർന്നില്ലെങ്കിൽ കുടുംബജീവിതത്തിൽ പരാജയപ്പെടും. കാണാൻ ഭംഗിയുള്ള ഒരു പെണ്ണിനെ കിട്ടി, കാണാൻ ഭംഗിയുള്ള ഒരു ചെറുക്കനെ കിട്ടി, നല്ല ശമ്പളമുള്ള ഒരാളെ കിട്ടിയെന്ന് വിചാരിച്ച് കുടുംബജീവിതം സന്തോഷമാവില്ല. ഇറ്റ്സ് നോട്ട് ക്രിസ്ത്യൻ ഫാമിലി ലൈഫ്. ക്രിസ്തീയ ഫാമിലി ലൈഫ് സന്തോഷമാണെങ്കിൽ നിങ്ങളുടെ ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവവചനമായിട്ടുള്ള ബന്ധം, ആത്മീക ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള നിങ്ങളുടെ സ്കില്ല്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത കുടുംബജീവിതത്തിന്റെ ഭംഗി പേരന്റിങ്ങിലാണ്. ഇപ്പോൾ പേരന്റിങ് എന്ന് പറഞ്ഞാൽ അത്ര ഫാഷനബിൾ ഒന്നുമല്ല. ട്രെൻഡ് മക്കൾ വേണ്ട എന്നുള്ളതാണ്. കാരണം മക്കള് കരിയറിന് തടസ്സമാണ്, ജീവിതത്തിലെ സന്തോഷത്തിന് തടസ്സമാണ്, വേറെ ബേർഡൻ, ന്യൂയിസൻസ് എന്നൊക്കെയുള്ള കാഴ്ചപ്പാടുകളാണ് ഇന്ന് ലോകത്തിലുള്ളത്. പക്ഷെ ഇത് ഇറ്റ്സ് എ മാൻഡേറ്റ്, ദൈവത്തിന്റെ ഒരു കൽപ്പനയാണ്. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുക. മക്കൾ ദൈവം തരുന്ന റിവാർഡ്സ് ആണ്. അതൊരു ഓപ്ഷനായിട്ട് മാറ്റിവെക്കരുത്. എത്രയും വേഗം മക്കളുണ്ടാകണം എന്നൊരു ആഗ്രഹം വേണം. 2, ഈ മക്കളെ മോൾഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. പേരന്റിങ്ങിൽ എന്താ ചെയ്യുന്നത്? വി ആർ മോൾഡിങ് എ ജനറേഷൻ. ഇങ്ങനെ പറയാറുണ്ട്, പേഴ്സണാലിറ്റീസ് ആർ ഫോംഡ് ഓർ ഡീഫോംഡ് ഓർ റീഫോംഡ് ഇൻ ഫാമിലീസ്. ഒരു കുടുംബത്തിൽ ജനിച്ചു വീഴുന്ന ഒരു കുട്ടി അവന് മാനസിക ആരോഗ്യമുള്ളവനായിട്ട് വളരുമോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കപ്പെടുന്നത് അവിടുത്തെ പേരന്റിങ്ങിന്റെ ക്വാളിറ്റിയാണ്. ഇന്ന് ഒത്തിരി കുടുംബങ്ങളിൽ വളർന്ന കുട്ടികൾ സൈക്കോളജിക്കൽ പ്രോബ്ലം ഉള്ളവരാണ്. ഈ അഡിക്ഷനിലേക്ക് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നവർ, ആന്റി സോഷ്യൽസ് ആയിട്ടുള്ള ആളുകൾ. എൻ്റെ കൗൺസിലിംഗ് പഠനത്തിന്റെ ഒരു റിസർച്ച് ഈ ചെറുപ്പക്കാരായ ഗുണ്ടകളുടെ ഇടയിലായിരുന്നു. ഇറ്റ്സ് എ വെരി റിസ്കി പ്രൊജക്ട്. ഈ കൊട്ടേഷൻ ഗുണ്ടകളുടെ കൂടെ ഞാൻ പോയി കുറച്ച് ദിവസം താമസിച്ചു. അവരുടെ ഒളി സങ്കേതങ്ങളിൽ പോയി താമസിച്ചു. അവരുടെ കൂടെ സമയം ചെലവഴിച്ചു. അവരുടെ ജീവിതത്തെ മനസ്സിലാക്കി, അവരുടെ പേരൻസിൻ്റെ ലൈഫ് സ്റ്റൈൽ മനസ്സിലാക്കി. ഒരാൾ പോലും വ്യത്യാസമില്ലാതെ ഈച്ച് വൺ ഓഫ് ദം കെയിം ഫ്രം ബ്രോക്കൺ ഫാമിലീസ്. ഒന്നുകിൽ അപ്പൻ ഉപേക്ഷിച്ച് പോയ കുടുംബം, അല്ലെങ്കിൽ മദ്യപാനികളായിട്ടുള്ളവൻ, വീട്ടിൽ തമ്മിത്തല്ലും ബഹളവും. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ വളർന്നു വരുന്ന ബ്രോക്കൺ പേഴ്സണാലിറ്റീസ് ആണ് ആൻറ്റി സോഷ്യൽസ് ആയിട്ട് മാറുന്നത്. ഒരു സംശയമില്ല. സോ ദൈവം നിങ്ങൾക്ക് മക്കളെ തരുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം, എൻ്റെ ദൈവം തന്ന ഈ കുഞ്ഞിനെ ഒരു ആൻറ്റി സോഷ്യലായിട്ട് വളർത്തണോ, അതെയോ ദൈവത്തിന് പ്രയോജനമുള്ള ഒരു കുഞ്ഞായിട്ട് വളർത്തണോ? സോ ഇതൊരു മോൾഡിംഗ് ആണ്. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. യു ഹാവ് ടു മോൾഡ്. കുഞ്ഞുങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വളരില്ല. അവർ നല്ല സ്വഭാവമുള്ളവരായി, നല്ല മാനേഴ്സ് ഉള്ളവരായി, നല്ല സൽപ്രവൃത്തികൾ ചെയ്യുന്നവരായി, ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുന്നവരായി വളർത്തുക. സങ്കീർത്തനങ്ങളുടെ പ്രയോഗം അതാണ്. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാവുന്ന യൗവനത്തിലെ മക്കൾ, അല്ലേ? റേ വെങ്കർ എന്ന് പറഞ്ഞ സഹോദരൻ എഴുതിയൊരു പുസ്തകമുണ്ട് കുടുംബജീവിതത്തെക്കുറിച്ച്. അവിടെ അദ്ദേഹം പറയുന്നത്, അതിൻ്റെ കവറിൻ്റെ പേജിലെ പടം തന്നെ ഇതാണ്. ഒരു മനുഷ്യൻ്റെ പുറത്ത് ആവനാഴിയിൽ ഇങ്ങനെ അസ്ത്രങ്ങൾ ഇരിക്കുന്നതാണ്. അപ്പോൾ ഈ അസ്ത്രങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇന്ന് ഇരുമ്പ് കൊണ്ടുണ്ടാക്കുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മരം ചെത്തി കൂർപ്പിച്ചാണ്. അപ്പോൾ ഈ അസ്ത്രം ഉണ്ടാക്കുന്ന പണി എന്ന് പറഞ്ഞാൽ ഒരു വില്ലാളിയുടെ ഒരു നല്ല അധ്വാനമുള്ളൊരു പണിയാണ്. അദ്ദേഹം വളരെ കെയർഫുള്ളി അതിൻ്റെ വെയിറ്റും അതിൻ്റെ നീളവും കാര്യങ്ങളും എല്ലാം ക്രമീകരിച്ച് എങ്കിലേ ദൂരേക്ക് അയക്കാൻ പറ്റുള്ളൂ. മക്കളെ വളർത്തുന്നത് ഇതൊരു എക്യുപ്പിംഗ് ആണ്. അവരെ ഷെയ്പ്പ് ചെയ്തെടുക്കുകയാണ്. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ പരിപാടിക്ക് വേണ്ടി അയക്കുവാൻ, അവരെ ലോകത്തിലേക്ക് ഇറക്കി വിടുവാൻ, ഓരോ മിഷനറീസ് ആയിട്ട് മിഷൻ ഫീൽഡിലേക്ക് അവരെ ഇറക്കി വിടാനായിട്ട് നമ്മൾ കുടുംബം എന്ന കളരിയാണ് ഉപയോഗിക്കുന്നത്. സോ വി ആർ മോൾഡിങ് എ ഫ്യൂച്ചർ ജനറേഷൻ, ഫ്യൂച്ചർ ആർമി ഓഫ് ഗോഡ്. ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമാണ്. വെറുതെ കുറച്ച് പിള്ളേരുണ്ടായി, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു, ഫുഡും കൊടുത്തു, ഡ്രസ്സും കൊടുത്തു, നല്ല സ്കൂളിൽ പഠിപ്പിച്ചു, ഉത്തരവാദിത്തം തീർന്നെന്ന് വിചാരിക്കരുത്. ക്രിസ്ത്യൻ പേരന്റിങ് ഈസ് ഡിഫറെൻറ്റ്. ഈ കുട്ടികളെ വളർത്തിക്കൊണ്ട് വീട്ടിലിരിക്കുക എന്ന് പറയുന്നത്, ഇന്നലെ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു, ഇതൊരു മെനക്കെട്ട പണിയും ഇത് എൻ്റെ സാധ്യതകളും കഴിവുകളും ഉപയോഗിക്കാൻ പറ്റാത്തൊരു മേഖലയുമാണെന്ന് പല പെൺകുട്ടികൾക്കും തോന്നാറുണ്ട്. MSc കഴിഞ്ഞ ഒരു പെൺകുട്ടി വീട്ടിലെ പിള്ളേരെ നോക്കിയിരിക്കുകയാണ്, ജോലിക്ക് പോകുന്നില്ല. അപ്പോൾ ഈ പെൺകൊച്ചിന് കാര്യങ്ങൾ അറിയാം. പക്ഷേ ഇടയ്ക്ക് ഈ പെൺകുട്ടിക്ക് നിരാശയായി. ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ ഇത്രയും പഠിച്ചത് വെറുതെ ആയിപ്പോയി, ഈ പഠിച്ചുകൊണ്ടൊന്നൊരു കാര്യമില്ലായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് വിഷമങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അവർ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ ശുശ്രൂഷയാണ്. ഇത് ചുമ്മാ പിള്ളേരെ നോക്കുന്ന ഒരു ബോറിംഗ് പരിപാടിയല്ല. ഇതൊരു ശുശ്രൂഷയാണ്, ഇതൊരു ആത്മീക ശുശ്രൂഷയാണ്. പുറത്തു പോയ ഒരാളോട് സുവിശേഷം പറഞ്ഞൊരു ആത്മാവിനെ നേടുക എന്ന് പറയുന്നൊരു വലിയ കാര്യമല്ലേ? നമുക്ക് ദൈവം തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവവഴികൾ വളർത്തി കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ് അവരെ രക്ഷയിലേക്ക് നയിക്കുക, ഇതിനും വലിയ മഹത്തരമായ ഒരു ശുശ്രൂഷ എന്താ ഉള്ളത്? റിവാർഡിംഗ് ആയിട്ടൊരു ജോലി എന്താ ഉള്ളത്? കുട്ടികളെ നല്ല സ്വഭാവമുള്ളവരായിട്ട് വളർത്താനായിട്ട്
പേരൻസിനാണ് ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ചെയ്യുന്നത് എങ്ങനെയാണ് വേസ്റ്റ് ഓഫ് ടൈമായിട്ട് മാറുന്നത്? നമ്മുടെ കഴിവ് ഉപയോഗിക്കാനായിട്ട് പറ്റാതെ പോകുന്നത് എങ്ങനെയാണ്? നമ്മൾ പഠിച്ച വിദ്യാഭ്യാസവും നേടിയ അറിവുകളൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അതൊന്നും വേസ്റ്റ് ഓഫ് ടൈം അല്ല, അതൊരു പ്രിവിലേജാണ്. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അവൾ മക്കളെ വളർത്തി രക്ഷ പ്രാപിക്കുക. ഇറ്റ്സ് എ പാർട്ട് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. രക്ഷയുടെ സാങ്ക്ടിഫിക്കേഷൻ എന്ന തലമാണ്. അപ്പോൾ ഇതൊരു മോൾഡിംഗ് ആണ്. കുടുംബജീവിതത്തെ സംബന്ധിച്ച് വലിയൊരു ഉത്തരവാദിത്വം. കുട്ടികൾ വലിയ സന്തോഷത്തിൻ്റെ വിഷയമാണ്. കുട്ടികളുടെ പല മാതാപിതാക്കളും തകർന്ന് അല്ലെങ്കിൽ പ്രയാസപ്പെട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഈ മക്കളുടെ മുഖമൊക്കെ കാണുമ്പോഴാണ് ഒരു റിലാക്സേഷൻ ഉണ്ടാകുന്നത്. ഈ ചിരിയൊക്കെ നോക്കി എന്ത് ഭംഗിയാ അല്ലേ? വേലായുധൻ്റെ കാര്യം ഇന്നലെ മാത്യസൗരം പറഞ്ഞു. അദ്ദേഹത്തിന് 2 മക്കളുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറി. എൻ്റെ അപ്പൻ, ഞാൻ കൗമാരപ്രായത്തിൽ ഇത്രയും ദുഷ്ടനായൊരു മനുഷ്യനെ കണ്ടിട്ടില്ല. പറഞ്ഞത് ഇൻ കോട്ട്സ് ആട്ടെ, കാരണം അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വിചാരിച്ചിരുന്നത് അങ്ങനെയാണ്. കാരണം എന്നെ അടിച്ചടിച്ച് മൂത്രം ഒഴിപ്പിക്കുന്ന ഒരു അപ്പനായിരുന്നു. അപ്പനെ കാണുന്ന എനിക്ക് പേടിയായിരുന്നു. എന്ത് ചെയ്താലും വിമർശനം, കുറ്റം, വഴക്ക്, ദേഷ്യം, ഇത് മാത്രമല്ല. കാരണം അപ്പനും അമ്മയും തമ്മിലുള്ള ഫാമിലി പ്രോബ്ലത്തിൻ്റെ ചില പ്രകടനങ്ങൾ മാത്രമായിരുന്നു. അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടതോടുകൂടി എനിക്ക് അദ്ദേഹത്തോടുള്ള കാഴ്ചപ്പാട് മാറി. ഞാൻ എൻ്റെ അപ്പനെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും തുടങ്ങി. എൻ്റെ അപ്പൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നു. എൻ്റെ മക്കളുണ്ടായപ്പോഴാണ് എൻ്റെ അപ്പൻ്റെ ജീവിതത്തിൽ മാറ്റം വരാൻ തുടങ്ങിയത്. ഞാനിങ്ങനെ അത്ഭുതപ്പെടുന്നു. ഈ മനുഷ്യൻ ഇവരുടെ കൂടെ ഇരുന്ന് കളിക്കുന്നു, ഓടുന്നു, ചിരിക്കുന്നു, എന്തൊക്കെ പരിപാടികളാണ്. എൻ്റെ അപ്പൻ തന്നെയാണോ ഇത് എന്നുള്ളത് ഇറ്റ് വാസ് ദെയർ ഇൻ ഹിസ് ഹാർട്ട്. പക്ഷെ ഇതൊക്കെ നമ്മുടെ ഈ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നത് ഈ മക്കളുമായിട്ട് ബന്ധപ്പെടുകയൊക്കെയാണ്. അപ്പോൾ അതൊരു മാറ്റർ ഓഫ് ജോയ് ആണ്. ഇതൊരു മാറ്റർ ഓഫ് ഫുൾഫിൽമെൻ്റ് ആണ്. ജീവിതത്തിൽ കുറച്ച് നാൾ കഴിഞ്ഞ് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എന്ത് നേടി എന്ന് ചോദിച്ചാൽ നമ്മൾ സമ്പാദിച്ച പണവും കാറും വീടും നമുക്ക് സന്തോഷം തരില്ല. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്ന പോലെ എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്നത് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. സത്യത്തിൽ നടക്കുന്ന, ദൈവവഴിയിൽ നടക്കുന്ന 2-3 മക്കൾ എനിക്കുണ്ട്. സോ ദാറ്റ് ഈസ് അവർ ഗ്രേറ്റസ്റ്റ് ട്രഷർ. അതായിരിക്കും ഈ കോവിഡൊക്കെ വന്നപ്പോൾ ഇറ്റലിയിൽ സംഭവിച്ച, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ സംഭവിച്ചൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഒത്തിരി പ്രായമായ മനുഷ്യർ വൃദ്ധ മന്ദിരങ്ങളിൽ 400 വൃദ്ധന്മാരെയും വൃദ്ധകളെയും കൊണ്ട് ഇങ്ങനെ വൃദ്ധമന്ദിരത്തിൽ ഇട്ടിരിക്കുന്നു. അവർക്കെല്ലാം 5 സ്റ്റാർ ഫെസിലിറ്റീസ് ആണ്. എല്ലാ AC ഉണ്ട്, സമയത്ത് ഫുഡുണ്ട്, ഡോക്ടർ, നേഴ്സിംഗ് കെയർ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇവരെല്ലാവരും കോവിഡ് ബാധിച്ച് ഓരോരുത്തരായിട്ട് മരിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അവിടെ കണ്ട ഏറ്റവും പത്തറ്റിക് ആയിട്ടുള്ള സംഭവം എന്താണെന്നറിയോ? ഒരു മനുഷ്യൻ പോലും അടുത്ത് വരാനില്ലാതെ മലർന്നു കിടന്ന സീലിങ്ങിനെ മാത്രം കണ്ടുകൊണ്ട് മരണത്തെ നേരിടുന്ന ആയിരക്കണക്കിന് മനുഷ്യരാണ്. നോ ബഡി ഈസ് ദെയർ ടു കെയർ ഫോർ ദം. ഒരു മനുഷ്യനില്ല ഒരു തുള്ളി വെള്ളം തൊട്ട് കുടിക്കാൻ, സ്വന്തം എന്ന് പറയാനായിട്ട്. ജീവിതകാലം മുഴുവൻ തോന്നിയാസം ചെയ്തു. ലിവിങ് ടുഗദറും ഓപ്പൺ ലൈഫും ഒക്കെ ആയിട്ട് ജീവിതം മുഴുവൻ തീർന്നു. വയസ്സാങ്കാലത്തായി കഴിഞ്ഞപ്പോഴത്തേക്കും ജീവിതമൊക്കെ അടിച്ചു പൊളിച്ച് ജീവിച്ചു. പക്ഷേ ബാക്കി പത്രം എന്താ? ഡിപ്രഷൻ, നിരാശ, സീറോ, ഒന്നുമില്ല, ആരുമില്ല. മക്കള് ഒരു ബാധ്യതയല്ല, മക്കൾ ജീവിതത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്, ഫുൾഫിൽമെൻ്റാണ്. അതുപോലെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു പോകട്ടെ. ഇന്ന് ഈ ലീവിങ് ആൻഡ് ക്ലീവിങ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഊന്നി പറയുന്നൊരു കാര്യമാണ്. പക്ഷേ അതിനകത്ത് നമ്മളൊരു ലിമിറ്റിന് അപ്പുറത്തേക്ക് പോകരുത്. ലീവിങ് ആൻഡ് ക്ലീവിങ് പറഞ്ഞ് നമുക്കിപ്പോൾ ആർക്കും മാതാപിതാക്കളെ ഒന്നും വേണ്ടാതെ, അത് അപകടമാണ്. നമുക്ക് മാതാപിതാക്കളെയും വേണം, അവരുടെ മാതാപിതാക്കളെയും വേണം. അങ്ങനെയാണ് ദൈവം വെച്ചിരിക്കുന്നത്. 2 വാക്യങ്ങൾ ഞാൻ കൊടുത്തിരിക്കുന്ന 2 വാക്യങ്ങൾ. അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യാൻ പഠിക്കട്ടെ, അത് ഭക്തിയാണെന്ന് പറയുന്നത്. നമ്മുടെ ദൈവഭക്തിയുടെ ഒരു തല എവിടെയാണ്? നമുക്ക് വേണ്ടി ജീവിതം ജീവിച്ച മാതാപിതാക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഭക്തിയുടെ ഒരു ഭാഗമാണ്. അവർക്ക് തിരിച്ചെന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ലോയിസിൻ്റെയും വല്യമ്മ ലോയിസിലും അമ്മ യൂണിക്കയിലും തിമോത്തിയോസിൻ്റെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പനും അമ്മയും വല്യമ്മയും എല്ലാം കൂടിയാണ്. സോ ഇറ്റ് വാസ് ജനറേഷൻസ്. നമ്മുടെ മാതാപിതാക്കളുടെ എക്സ്പീരിയൻസ്, അവരുടെ വിസ്ഡം, അവരുടെ ഉപദേശം, ഇതൊന്നും നമുക്ക് ഒരിക്കലും വേണ്ടാന്ന് വെക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ പ്രയോജനപ്പെടുത്തണം. എപ്പോഴും അവരുടെ കൂടെ ജീവിക്കണമെന്നും അല്ല പറയുന്നത്, പക്ഷെ അവരെ ഒരിക്കലും അവോയ്ഡ് ചെയ്തത്. ഇൻക്ലൂഡ് യുവർ പേരൻസ് ആൻഡ് ഗ്രാൻഡ് പേരൻസ് ഓൾസോ ഇൻ യുവർ ഫാമിലി ലൈഫ്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഓർക്കും. അവസാനമായിട്ട് ഒരു കാര്യം ഓടിച്ച് പറഞ്ഞ് അവസാനിക്കട്ടെ. ദ ബ്യൂട്ടി ഓഫ് മാരേജ് എന്ന് പറയുന്നത് കുടുംബം ഒരുമിച്ച് ചെയ്യുന്ന ശുശ്രൂഷകളും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. ആ ശുശ്രൂഷകളുടെയും സൗന്ദര്യം, ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ഒരു ഭാര്യയും ഭർത്താവും, അതൊരു ഭയങ്കര സൗന്ദര്യമുള്ള ഒരു കുടുംബമാണ്. ഒരു കുടുംബത്തിൻ്റെ സൗന്ദര്യം പൂർണ്ണമാകുന്നത് ആ കുടുംബം കർത്താവിനെ സേവിക്കുന്ന കുടുംബമായിട്ട് തീരുമ്പോഴാണ്. യോശുവ 24:15 നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. പക്ഷെ എങ്ങനെയാണെന്നുള്ള ചോദ്യം. അവിടെ കുടുംബ ആരാധന, ദൈവവചന പഠനം, പ്രാർത്ഥന എല്ലാം ഉണ്ട്. കുട്ടികളെ
ദൈവ വഴി വളർത്തുന്നുണ്ട്. സ്വന്തം വീട് അതിഥി സൽക്കാരത്തിന് വേണ്ടി തുറന്നു കൊടുക്കുന്നതുണ്ട്. നമ്മുടെ കുടുംബം ഇറ്റ് ഷുഡ് നോട്ട് ബി എ ക്ലോസ്ഡ് സിസ്റ്റം. ഞാനും എൻ്റെ കുടുംബവും എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറെ ആർക്കും പ്രവേശനമില്ല. അതൊരു തലമാണ്. എന്നാൽ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കും. ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്നു, ഞങ്ങൾ ചെലവഴിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുന്നു, വേറെ ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ജീവിതം അല്ല ക്രിസ്ത്യ ജീവിതം. ഒരു ക്രിസ്ത്യൻ ഹോം ഈസ് ആൻ ഓപ്പൺ ഹോം അല്ലേ? അവിടെ ദൈവത്തിൻ്റെ ജനത്തിന്, ദൈവത്തിൻ്റെ വേലയ്ക്കൊക്കെ ഒത്തിരി സ്ഥാനമുള്ള ഒരു കുടുംബമായിട്ട് മാറണം. അപ്പോൾ സെർവിങ് ഗോഡ് ടുഗദർ ഇൻ ദ ഫാമിലി, സെർവിങ് ഗോഡ് ടുഗദർ ഇൻ ദ ചർച്ച്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സോ സ്ട്രോങ് ചർച്ചസ് ഡോണ്ട് മേക്ക് സ്ട്രോങ് ഫാമിലീസ്, സ്ട്രോങ് ഫാമിലീസ് മേക്ക് സ്ട്രോങ് ചർച്ചസ്. ഇതാണ് സത്യം എന്ന് പറയുന്നത്. എൻ്റെ കുടുംബം സഭയ്ക്ക് വേണ്ടി എന്തു ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു ഹയർ ഡയമെൻഷൻ അതാണ്. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും സുഖമായിട്ട് ജീവിക്കുക. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ പരിപാടി എന്താ? ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരായി തീരുക, ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുക, ക്രിസ്തു സഭയും തമ്മിലുള്ള ബന്ധത്തെ കാണിച്ചു കൊടുക്കുക. അവിടെ സ്പിരിച്വൽ ഗിഫ്റ്റുകളുടെ ഉപയോഗം ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ സൂക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവും തമ്മിൽ ഒരുമിച്ച് ചേർന്ന് രണ്ടുപേരുടെയും ആത്മീക വരങ്ങൾ ഉപയോഗിച്ച് ദൈവസഭയ്ക്ക് പ്രയോജനമുള്ളവരായി തീരണം. എൻ്റെ ഭാര്യയുടെ വരങ്ങൾ സഭയ്ക്ക് ആവശ്യമാണ്, എൻ്റെ വരങ്ങൾ സഭയ്ക്ക് ആവശ്യമാണ്. അപ്പോൾ എൻ്റെ വരങ്ങൾ സഭയ്ക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കുവാൻ എൻ്റെ ഭാര്യ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതിന് പിന്തുണ നൽകേണ്ടതുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്, തിരുത്തലുകൾ നൽകേണ്ടതുണ്ട്. അതുപോലെ എൻ്റെ ഭാര്യയുടെ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് അത് ഉപയോഗിക്കണ്ടേ? അതും സഹോദരിമാരുടെ ഇടയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. സെർവിങ് ഗോഡ് ടുഗദർ ഇൻ ചർച്ച്. അപ്പോൾ സഭാ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. ഫാമിലി ഇൻവോൾവ്മെൻ്റ് ആവശ്യമാണ്. കുടുംബത്തിൻ്റെ വരുമാനം ഫെയ്ത്ത്ഫുള്ളി സഭയിൽ കൊടുക്കുക എന്നുള്ളത്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഇൻവോൾവ്മെൻ്റ് ആണ്. അവസാനമായിട്ട് പറഞ്ഞാൽ സെർവിങ് ടുഗദർ ഇൻ ദ വേൾഡ്. ലോകത്തിന് ഗ്രേറ്റ് കമ്മീഷൻ ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടുന്ന ഒരു കുടുംബമായിട്ട് എൻ്റെ കുടുംബം മാറണം. കർത്താവിനെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ കർത്താവിനെ സേവിക്കും. ലോകം മുഴുവനും ശിഷ്യരാക്കുക എന്നുള്ള ദൗത്യമാണ് കർത്താവ് നമുക്ക് എല്ലാവർക്കും തന്നിരിക്കുന്നത്. ഈച്ച് ആൻഡ് എവറി പേഴ്സൺ. സോ കുടുംബമായി തീരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്, ഹൗ ക്യാൻ വി ടുഗദർ ഫുൾഫിൽ ദ ഗ്രേറ്റ് കമ്മീഷൻ. അതായിരിക്കണം നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗോൾ. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ്. ആ ലക്ഷ്യത്തെ മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം മനോഹരമല്ല, ഒരു ക്രിസ്തീയ കുടുംബം മനോഹരമാവില്ല. ചോദിക്കേണ്ടതാണ്, ഞാനും എൻ്റെ ഭാര്യ ഒരുമിച്ച് ജീവിക്കുന്നത് കൊണ്ട് ദൈവരാജ്യത്തിന് എന്ത് ഗുണമുണ്ടാവും? ഗ്രേറ്റ് കമ്മീഷൻ എങ്ങനെയാണ് ഞങ്ങൾ അക്കംപ്ലിഷ് ചെയ്യാൻ പോകുന്നത്? ത്രൂ പ്രെയർ, റെഗുലർലി ദൈവവേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കർത്താവിൻ്റെ വേലയ്ക്ക് കിട്ടുന്നതിൻ്റെ കൃത്യമായി ഫെയ്ത്ത്ഫുള്ളി കൊടുക്കുന്നു, സുവിശേഷം പറയുന്നു, നമ്മുടെ വീട്ടിൽ ആളുകളെ വിളിക്കുന്നു, സുവിശേഷം കേൾക്കാനായിട്ടുള്ള അവസരങ്ങൾ ഒരുക്കുന്നു, നമ്മുടെ വീട്ടിൽ സഭ പ്രവർത്തിക്കാനായിട്ട് തുറന്നു കൊടുക്കുന്നു. വേണ്ടി വന്നാൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, സഭയില്ലാത്തൊരു സ്ഥലത്തേക്ക് മാറി താമസിച്ച് ഒരു സാക്ഷ്യമായിട്ട് ജീവിച്ച് സുവിശേഷം പറയാനായിട്ട് തയ്യാറാകുന്നു. പുതിയ നിയമത്തിൽ അക്വിലാവിൻ്റെയും പ്രിസ്കില്ലയുടെയും ഒരു കേസ് സ്റ്റഡിയായി ഒരു പഠനത്തിനെടുക്കുന്ന നല്ലതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇവാഞ്ചലിസം, പ്രെയർ, എക്യുപ്പിംഗ് ദ സെയിൻസ്, ഗിവ്, പ്രൊവൈഡ് റിസോഴ്സസ് ഫോർ ദി ഗ്രേറ്റ് കമ്മീഷൻ. നിങ്ങളുടെ കുടുംബം ഇത് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ കുടുംബത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലിവിങ് അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗോഡ്, അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്സ് വർത്ത്. കുടുംബജീവിതം അതിമനോഹരമായിട്ടാണ് ദൈവം വിഭാവനം ചെയ്തിരിക്കുന്നത്, അതിമനോഹരമായിട്ടാണ് അത് നമ്മൾ ജീവിക്കേണ്ടത്. പക്ഷെ അത് സാധ്യമാകുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ്. അപ്പോൾ മനോഹരമായ കുടുംബജീവിതങ്ങൾ നിങ്ങൾക്ക് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തെറ്റായ വാർത്തകൾക്കൊന്നും ചെവി കൊടുക്കേണ്ട. കുടുംബജീവിതങ്ങൾ പരാജയമാണെന്നോ പ്രശ്നമാണെന്നോ എന്നൊക്കെ പറയുന്നത് അത് വെറുതെയാണ്. ഇത് ജീവിക്കേണ്ടതുപോലെ ജീവിച്ചാൽ ഇറ്റ് ഈസ് വർത്ത് ലിവിങ്, ഇറ്റ് ഈസ് വർത്ത് സാക്രിഫൈസിങ്, ഇറ്റ് ഈസ് വർത്ത് ഏത് രീതിയിലും അത് മൂല്യമുള്ളതാണ്, മനോഹരമാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.